എന്താണ് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ? ആദ്യം പറയേണ്ടത് യുദ്ധങ്ങൾ എന്നത് ഒരു നബി ഒരു പൂർണ്ണൻ ചിലപ്പോൾ യുദ്ധവും ചെയ്യേണ്ടി വന്നേക്കും. നബി ഒരു സമ്പൂർണ്ണൻ 100% സമ്പൂർണ്ണനാകുമ്പോൾ ബൈബിൾ എത്ര സ്ഥലത്താണ് യുദ്ധങ്ങളെ പറഞ്ഞത്? ആരാണ് ബൈബിളിൽ പറഞ്ഞ യുദ്ധങ്ങൾ നയിച്ചത്? ആരാ? രാജാക്കൻ, ന്യായാധിപന്മാർ. ഇങ്ങനെ പഴയ നിയമത്തിലൊക്കെ ഇഷ്ടം പോലെ യുദ്ധകഥകളുണ്ട്. ആരും നടത്തിയ, ജോഷോ നടത്തിയ യുദ്ധങ്ങൾ, അത് സോളമൻ നടത്തിയ യുദ്ധങ്ങൾ. ഈ യുദ്ധങ്ങളെല്ലാം മനുഷ്യൻ്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. എന്തുകൊണ്ട്? ചില സന്ദർഭത്തിൽ മനുഷ്യനെ ആയുധം കൊണ്ടല്ലാതെ പിന്തിരിപ്പിക്കാൻ കഴിയൂല. അവർ ആയുധം പ്രയോഗിച്ചു കൊണ്ടേയിരിക്കും സാധുജനങ്ങളുടെ മേൽ. ഇങ്ങനത്തെ യുദ്ധകഥയല്ലേ സത്യത്തിൽ ഗീത ഒരു യുദ്ധകഥയല്ലേ? യുദ്ധത്തിന്റെ മുഖത്ത് വെച്ചല്ലേ. ആരാ മുന്നിൽ കാണുന്നത് ആരെയാണ്? ഭീഷ്മർ, ദ്രോണർ, ഇവരൊക്കെ ആരാണ്? അർജുനന്. അവർക്കെതിരെ ഞാൻ എങ്ങനെ വില്ല് കുലക്കും എന്ന് കൃഷ്ണരോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നതല്ലേ പാർത്ഥ, അത് നിന്റെ ബാധ്യതയാണ്. വില്ലുകുൽ ഉത്തരവാദിത്തമാണ്. അധർമ്മത്തിന്റെ പക്ഷത്ത് ഗുരുവാണെങ്കിലും നീ ക്ഷത്രിയൻ എന്ന യോദ്ധാവ് എന്ന നിലയിൽ നിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചേ മതിയാകൂ. അതല്ലേ ഈ യുദ്ധം എന്ന് പറഞ്ഞ പേരും എന്താ അർത്ഥമുള്ളത്? യുദ്ധം എന്നത് ചിലപ്പോൾ ഒരു പൂർണ്ണതയായിരിക്കും, ചിലപ്പോൾ സമാധാനം പൂർണ്ണതയായിരിക്കും, സമാധാനത്തിന് ചിലപ്പോൾ യുദ്ധം പൂർണ്ണതയായിരിക്കും. ഒരാൾ സമാധാനത്തിന് വേണ്ടി മറുപക്ഷം തയ്യാറായാൽ ഉടനെ നിങ്ങൾ പിന്നൊരടി മുന്നോട്ട് പോകുന്നത് ഖുർആന്റെ പ്രഖ്യാപനം. എന്തുകൊണ്ട്? ചിലപ്പോൾ സമാധാനത്തിൻ്റെ മാനദണ്ഡം ആരായിരിക്കും കൊണ്ടുവരിക? യുദ്ധം. നബിയെ നമ്മൾ മനസ്സിലാക്കി, നബി ഒരു പൂർണ്ണനാണ്. ആ പൂർണ്ണനായ ആൾ യുദ്ധവും ചെയ്യേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത് ഈ ഹല്ലൈസേഷന് വിധേയരായ വിഭാഗങ്ങളോട് മാത്രമാണ്. ഉദാഹരണം, ഞാൻ ഈ കഴിഞ്ഞ 2 മാസമായി കേരളത്തിൽ പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും പറയാം. ചില ആളുകൾക്ക് അത് മനസ്സിലായില്ല, അതവർക്ക് ബുദ്ധിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇസ്ലാമിലെ ഒരു യുദ്ധവും, അതായത് മുഹമ്മദ് നബി നയിച്ച ഒരു യുദ്ധം, ഖുലഫാഉർ റാഷിദീങ്ങൾ നയിച്ച ഒരു യുദ്ധം, അതാണല്ലോ ഇസ്ലാമിക ഐഡന്റിറ്റിയിൽ ചരിത്രപരമായി ഇസ്ലാമിക ഒരു വാർ ഐഡിയോളജി എന്താണെന്ന് മനസ്സിലാക്കാനുള്ളത് നബിയുടെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും യുദ്ധങ്ങളും. ഈ യുദ്ധങ്ങളൊന്നും ഷിർക്കിന് എതിരെയുള്ള യുദ്ധങ്ങൾ ആയിരുന്നേയില്ല. അങ്ങനത്തെ ഒരു യുദ്ധം ഇസ്ലാമിലില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അതായത് ഇപ്പൊ ഉദാഹരണം പറയാ ഞാൻ നിങ്ങളൊരു സോഷ്യലിസ്റ്റ് ആണെന്നാണ് ആണോ? പറഞ്ഞോട്ടെ, നിങ്ങൾ പേര് പറയും. സയ്യിദ് സോഷ്യലിസ്റ്റ് ആണല്ലോ നിങ്ങൾ. ശരി, ഞാൻ സോഷ്യലിസ്റ്റ് അല്ലാത്തൊരു മുസ്ലിം ആണല്ലോ. ഞാനൊരു ലീഗുകാരൻ, അങ്ങനെ പറയാം. അല്ല, സമൂഹത്തിലെ എല്ലാ നന്മയിലും അതിന്റെ കൂടെ നിന്ന് കൊടുക്കൽ നമ്മുടെ ബാധ്യത. തിന്മക്ക് നമ്മൾ എതിരാകുന്നത് ആ പ്രസ്ഥാനത്തിന് എതിരാകുന്നതല്ല, അത് ശുദ്ധീകരിക്കപ്പെടൽ അനിവാര്യമായതുകൊണ്ടാണ്. അത് നമ്മളെ കടമയാണ്. നേരത്തെ മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു ശത്രു വരുന്നത് കാണുമ്പോൾ വീട്ടുകാരോട് പറഞ്ഞു, വീട്ടുകാരെ ശത്രു വരുന്നുണ്ട്. ആരും കേൾക്കാതിരിക്കുമ്പോൾ അവൻ ഇറങ്ങി ഓടുന്നത് വീട്ടിനെ ബഹിഷ്കരിക്കാന്നല്ല, കാര്യങ്ങൾ നേരത്തെ തിരിച്ചറിയാന്നുള്ളതിൻ്റെ എന്നതുപോലെ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇപ്പം ഞാനൊരു സമസ്തക്കാരൻ അല്ലെങ്കിൽ ലീഗുകാരൻ, അങ്ങനെ ഓട്ടെ, ഒരു സുന്നി. ശരി, നിങ്ങളൊരു സോഷ്യലിസ്റ്റ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഒരു അതിക്രമം കാണിച്ചാൽ, ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു സയ്യിദ് അത് ചെയ്യരുത്. വീണ്ടും പറഞ്ഞു, വീണ്ടും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അവരോട് അതിക്രമം കാണിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ എണീറ്റ് നിൽക്കുന്നത് നന്മയോ തിന്മയോ? തീർച്ചയായിട്ടും നന്മയല്ലേ. അവിടെ നടക്കുന്ന യുദ്ധം സോഷ്യലിസവും ഇസ്ലാമും തമ്മിലുള്ള യുദ്ധമാണോ? അല്ല. എത്ര മനസ്സിലാക്കിയാൽ മതി. അതാണ് ഇസ്ലാം യുദ്ധം ചെയ്തത് തുഗ്യാനെതിരെയാണ്, ഷിർക്കിനെതിരെയല്ല. തുഗ്യാൻ എന്ന് പറഞ്ഞാൽ അതിക്രമം എന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടി. ഇൻഡിവിജ്വലായി ഓരോ ദൈവം ഏകനാണ്. ഏക ദൈവത്തെ വിശ്വസിക്കൽ എല്ലാ മനുഷ്യർക്കും നിർബന്ധമാണ്. പക്ഷേ അവനെ ആയുധം കൊണ്ട് നിർബന്ധിക്കേണ്ട ബാധ്യത അത് വിശ്വസിച്ചവർക്കില്ല. അപ്പൊ നിങ്ങളിപ്പം ഈ പറഞ്ഞ ബദർ യുദ്ധം
ഉഹുദ് യുദ്ധം. നിങ്ങളൊരു ബദർ യുദ്ധം മാത്രം പറയണ്ട, മുഹമ്മദ് നബി തുഖയാനെതിരായി അല്ലാതെ ഒരു യുദ്ധം ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ഈ ബനൂ കൈനുക്കതിനെതിരൊക്കെ ഒക്കെ അതാണ്, എല്ലാം അതാണ്. ഈ ജൂയിഷ് ട്രൈബ്സിനെ അവരെന്ത് ചെയ്തു? അവർ എന്ത് ചെയ്തു? ഈ ഹെലനൈസേഷന് വിധേയരായ മക്കാരെയും അതുപോലത്തെ ട്രൈബ്സിനെയും അവരെന്ത് ചെയ്തു? സഹായിക്കുകയും അടുത്ത് നിന്ന് എല്ലാ ഉപദ്രവവും ചെയ്തു വരികയും ചെയ്ത്. ഇത് തുകയാനല്ലേ? ഇതാണല്ലോ തുകയാൻ. തീർച്ചയായിട്ടും. അതേ സമയത്ത് ജൂതൻ വന്നിട്ട് ഇസ്ലാമിൽ യുദ്ധത്തിന് ചേർന്നു. ഒരു ജൂതൻ കൊടുത്ത വഖഫാണ് ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്. നിങ്ങൾ വഖഫിന്റെ ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ജൂതൻ. നിങ്ങളൊരു വഖഫിന്റെ കാര്യത്തിൽ ഒരു വക്കീലാണല്ലോ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അത് പഠിക്കുക. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് എന്നാൽ ഒരു ജൂതനായ പുരോഹിതൻ കൊടുത്ത വഖഫാണ്. അയാൾക്ക് നബിയെ ഇഷ്ടായി. ഇത് മാറിയില്ലേ? അയാള് മാറി എന്നും മാറിയില്ല എന്നും അഭിപ്രായമുണ്ട്. ആ ചരിത്രത്തിലേക്ക് നമ്മൾ പോകണ്ട. അയാൾ അതിന്റെ തലേ ദിവസം വരെ ജൂത സുനഗോഗിൽ പ്രസംഗിച്ച ആളാ. സാബത്ത് നാളിൽ, അതായത് ശനിയാഴ്ചയാണ് മക്കക്കാരെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത് ഉഹദിലേക്ക്. അപ്പോൾ ഇയാൾ എണീറ്റ് എന്ന് പറയാണ്, ജൂതന്മാരോടൊക്കെ നബി സഹായം അഭ്യർത്ഥിച്ചു. കാരണം മദീനയെ നശിപ്പിക്കാനാണ് അവർ കയറുന്നത്. അപ്പോൾ നബി എന്ത് ചെയ്തു? ഇവരോട് പറഞ്ഞു, എല്ലാവരും സഹായിക്കുന്നത്, മദീനയെ തകർക്കാൻ വരികയാണ്, നമ്മളെ ഒന്നിച്ച് നിൽക്കണം. നേരത്തെ ഒരു കരാറുണ്ട്. റിപ്പബ്ലിക്കാണ്. അപ്പൊ ആ സമയം ഒരു ബാധ്യതയാണ്, മദീനെ ആക്രമിക്കാൻ വരുന്നവർക്കെതിരെ ഒന്നിച്ചു നിൽക്കണം. അപ്പോൾ ജൂതന്മാർക്കിടയിൽ ഈ സംസാരം വന്നപ്പോൾ ശനിയാഴ്ച ദിവസമാണ് ഈ ആക്രമണം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജൂതന്മാരായ സാധാരണക്കാരും ചില പുരോഹിതന്മാരും പറഞ്ഞു, നാളെ സാബത്തായതുകൊണ്ട് നമുക്ക് മുഹമ്മദിനെ സഹായിക്കാൻ കഴിയില്ല. പ്രധാന പുരോഹിതൻ പറഞ്ഞു, നമ്മൾ സാബത്താണെങ്കിൽ നാളെ സാബത്തിൻ്റെ ആരാധനയും കുർബാനയും നടത്തൂല, നമ്മൾ മുഹമ്മദിനെ സഹായിക്കും. എന്തുകൊണ്ട്? അദ്ദേഹത്തോട് നമ്മൾ കരാർ ചെയ്തണം. ദൈവത്തോടുള്ള കരാറ് ആണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ചെയ്യുന്ന കരാർ യഥാർത്ഥത്തിൽ ദൈവത്തെ മുൻനിർത്തിയ കരാറാണ്. അപ്പം അത് പാലിക്കലാണ് ആദ്യത്തെ കുർബാന. അതുകൊണ്ട് നാളെ നമുക്ക് പള്ളിയിൽ ആരാധനയില്ല എന്ന് പറഞ്ഞ് യുദ്ധത്തിന് വരികയാണ്. ആര്? അന്ന് തലേ ദിവസം വരെ പള്ളിയിൽ ആരാധനക്ക്, ജൂത ആരാധനാ ഭവനത്തിൽ ആരാധനക്ക് നേതൃത്വം നൽകിയ ആളാണ് ഈ ഉഹദിൽ യുദ്ധത്തിന് വരുന്നത്. മനസ്സിലായോ? ഇത് ശിർക്കിന്, ഈ വിശ്വാസം ശിർക്കിൻ്റെ വിശ്വാസമാണെന്ന് പ്രചരിപ്പിക്കുന്ന, അത് പഠിപ്പിക്കാൻ വേണ്ടി ആവുന്ന ആളും അല്ലേ മുഹമ്മദ് നബി? എന്നിട്ട് അയാൾ യുദ്ധമുഖത്തിറങ്ങുമ്പോൾ പറയാണ്, ഈ യുദ്ധത്തിൽ ഞാൻ മരിച്ചാൽ ഞാൻ മദീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പന്നന, സമ്പത്ത് മുഴുവനും മുഹമ്മദിനെ ഏൽപ്പിക്കണം. പുരോഹിതന്റെ പേര് ഓർമ്മ ഇതിലുണ്ട്, ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിലുണ്ട്. പിന്നെ അത് അദ്ദേഹത്തിന് എന്താണോ ചെയ്യാൻ ആവശ്യം ചെയ്യട്ടെ. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ഈ ജൂതനായ തലേന്ന് ജൂത ആരാധനാലയത്തിൽ പ്രസംഗിച്ച് കുർബാനക്ക് നേതൃത്വം കൊടുത്ത ആള് കൊടുത്തതാണ് ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ്. എന്ന് പറഞ്ഞാൽ ഒരു മതനിരപേക്ഷ സമൂഹമാണ് ശരിക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാം തന്നെയാണ്. അതെ അതെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം തന്നെയാണ്. പക്ഷേ ഇസ്ലാം ഒരു മതനിരപേക്ഷ സമൂഹത്തെ ക്ഷമിക്കും, കൂടെ നിർത്തും, അവരെ വേദനകളിൽ പങ്കാളിയാകും. അവരെ ആരെങ്കിലും ആക്രമിച്ചാൽ വിടൂല. ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ എതിരെ കത്തി കാണിച്ചാൽ സ്വർഗത്തിന്റെ വാസന പോലും അടിക്കൂല എന്ന് ഹദീസിലില്ലേ? എത്ര സ്ഥലത്താണ് ഉള്ളത് ഹദീസ്? 100 കണക്കിന് ഹദീസല്ലേ. അതായത് അവരെ ഭയപ്പെടുത്താൻ പാടില്ല. അവർ നമ്മളെ സഹോദരങ്ങളല്ലേ. ഇതാണ് ഇസ്ലാമിക് കൺസെപ്റ്റ്. അവരൊക്കെ ശിർക്ക് ചെയ്യുന്നവരുമാണ്. പക്ഷെ അവർക്ക് കാര്യം മനസ്സിലാവുന്നവരെ അവരതിൽ തുടരും. ഈ കാര്യം മനസ്സിലായിട്ട് തുടരാണെങ്കിൽ തുടർന്നോട്ടെ, അയാൾ സഹോദരനല്ല. ഒരു അമുസ്ലിമിനെയും നിർബന്ധിച്ച് ഇസ്ലാമിൽ ചേർക്കാനുള്ള ഒരു കൺസെപ്റ്റും, ഒരു യുദ്ധം ചെയ്ത് ഇസ്ലാമിൽ ചേർക്കാനുള്ള ഒരു കൺസെപ്റ്റും ഇസ്ലാമിൽ ഇല്ല. ഷിർക്കിനെതിരെ ഒരു യുദ്ധവും മുസ്ലിങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ ഇതുവരെയുള്ള ഇസ്ലാം പ്രചരിച്ചത് ഈ ബഹുദൈവ ആരാധനക്കെതിരെ നമ്മൾ അവർക്ക് തെളിവുകൾ കൊണ്ടാണ് കാര്യങ്ങളെ സമർത്ഥിക്കേണ്ടത്. അവർക്ക് ഹൃദയം കൊണ്ടാണ് അവരോട് നമ്മൾ യോജിക്കേണ്ടത്. അപ്പൊ ജിഹാദ് ഇല്ല എന്നാണ്. ജിഹാദ് ഉണ്ടല്ലോ. ഏതാണ് ജിഹാദ്? ഖിതാലാണ് അവർക്കെതിരെ ഇല്ലാത്തത്. ജിഹാദ് എന്നാൽ എന്താണ്? ഒരാൾ നേര് മനസ്സിലാക്കാൻ നേര് അവർക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ്. നീ അയാളതിന് തയ്യാറില്ലേ, അയാളെ പാട്ടിന് വിടുക.
ഇപ്പോൾ നിങ്ങളൊരു സപ്പോസ് അപ്പുറത്തെ ഒരു ക്രിസ്ത്യാനി ഇരിക്കുന്നു, ആ ക്രിസ്ത്യാനിക്ക് ഇതൊന്നും കേട്ടിട്ടും അയാൾ ഇസ്ലാമിൽ അയാളെ നിർബന്ധിച്ച് പിടിച്ച് ഭാഗത്തിലൂടെ അയാളെ പ്രേരിപ്പിച്ച് കയറ്റേണ്ട ഒരു ആവശ്യം ഇസ്ലാമിനില്ല. പറയാനുള്ളത് പറയാം. ചിലപ്പോൾ പറയാതെ ഇരിക്കാം, ചിലപ്പോൾ പറയാതിരിക്കലാ നന്മെങ്കിൽ പറയണ്ട. അങ്ങനെയല്ലേ കോന്തു നായരെ എന്നെങ്കിലും ഇവിടെ മലബാറിലെ മുസ്ലിം നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനിയല്ലേ എല്ലാവരും അംഗീകരിക്കുന്ന മമ്പുറത്തെ സയ്യിദ് അലവി തങ്ങൾ. അവസാന ദിവസം വരെ അവരുടെ സെക്രട്ടറിയാരാ കോന്തു നായരോട് ഒരു ദിവസമെങ്കിലും മുസ്ലിമാവ് കോന്തു എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിമാവില്ലേ പറഞ്ഞിട്ടുണ്ടോ? അതിലെങ്കിലും വല്ല കമ്മിയുണ്ടോ? എന്തുകൊണ്ട്? കോന്തു നായരോട് പറയേണ്ടതില്ല എന്ന് ആ മനുഷ്യൻ്റെ 6ാം ഇന്ദ്രിയം ആ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടാവും. കുറ്റക്കാരനാണോ മമ്പുറത്തങ്ങൾ? ആ ഒരു കുറ്റം പരലോകത്തുണ്ടാവും? ഇല്ല. ചിലപ്പോൾ മിണ്ടാതിരിക്കലായിരിക്കും നന്മ. അതൊക്കെ നന്മയാണ്. ഈ മക്കയിൽ നിന്ന് ഹിജറ പോയി മദീനയിലെത്തിയല്ലോ. അപ്പം അവിടെ ചെന്ന് ഈ ജൂത ട്രൈബ്സിനായിട്ടൊക്കെ ഒരു കരാറുണ്ടാക്കി. മദീനയിലെ ആദ്യത്തെ റിപ്പബ്ലിക്കിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഞങ്ങളിതിൽ പറയുന്നുണ്ട് മതനിരപേക്ഷ മാഗ്നാ കാർട്ട ഉണ്ടാക്കുന്ന നബിയാണ്. ആ സംഭവങ്ങളെ കുറിച്ച് ഒന്ന് പറയാൻ എന്താണ് അതിലേക്ക് നയിച്ച അതിൻ്റെ ശരിക്കും അതിലെ ആ സാധനങ്ങളുടെ എല്ലാ രേഖകളും ഇന്ന് ലഭ്യമാണ്? 100% ലഭ്യമാണ്. 100%. അതായത് അത് ലോകത്തെ വിവിധങ്ങളായ ഭാഷകളിലുണ്ട്. ആ കരാറിൻ്റെ എന്തൊക്കെ വെച്ചാണ് കരാർ ചെയ്തത് ഇതൊക്കെ നബിയെ നമ്മൾ വായിക്കണം. അതിൽ ഒന്നുമില്ല. മനസ്സിലായില്ല? അതായത് ഒരു ചതിയല്ല അത്. ഒരു എല്ലാം തികഞ്ഞ ഒരു സമൂഹം. അതിൽ ജൂതരുണ്ട്, അവർ സമാധാനത്തെ കാക്ഷിക്കുന്നവരാണ്. അതിൽ ക്രിസ്ത്യാനികളുണ്ട്, അവർ ധാരാളം മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ തലവനായി നിൽക്കുകയാണ് മുഹമ്മദ് നബി. സ്വാഭാവികമായും ഈ മനുഷ്യൻ നീതിമാനാണെന്ന് അവർക്കറിയാം. അവരുടെ ചർച്ചകളിൽ തീർപ്പ് കൽപ്പിക്കാത്ത പല കാര്യങ്ങളും തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി എവിടെ വരും? നബിയുടെ അടുത്ത് വരും. എന്നിട്ട് നബി തീർപ്പ് കൽപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഈ മനുഷ്യൻ നീതിമാനാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് അവർ കഴിഞ്ഞു പോയത്. അതായത് അത് സത്യത്തിൽ ഇസ്ലാമിൻ്റെ ഒരു മുഖം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയാണ്. വിവിധങ്ങളായ മതങ്ങൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനം സത്യമതം ഇസ്ലാം തന്നെ. നിങ്ങളെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്, മുസ്ലിമിന് ഏറ്റവും നന്നായി ജീവിക്കാൻ പറ്റുന്ന നാട് ലോകത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ. ഇന്ന് ലോകത്തെ ഏറ്റവും നല്ല, ഇന്ന് ഈ പ്രദോഷത്തിൽ ലോകത്തെ ഇന്നത്തെ ഏറ്റവും നല്ല നാട് എൻ്റെ നാടാണ്, ഗാന്ധിജിയുടെ മക്കളുടെ നാടാണ്. അതുപോലത്തെ ഒരു നന്മയില്ല 20ാം നൂറ്റാണ്ടിൽ ഇന്ത്യ അല്ലെങ്കിൽ ലോകം അതുപോലെ ഒരു നല്ല മനുഷ്യനെ കണ്ടിട്ടുമില്ല. അതാണ് ഗാന്ധിജി. ഇതൊരു ദാറുൽ ഹർബാണ് എന്നൊക്കെ അതൊക്കെ 100% തെറ്റായ വായനകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഷിർക്കിനെതിരെയുള്ള യുദ്ധങ്ങളാണ് നബി നയിച്ചത് എന്ന് പറയുന്ന ഇന്നത്തെ അന്തമില്ലാത്ത മുസ്ലിയാക്കന്മാർ അവർ ഈ സമൂഹത്തെ നശിപ്പിക്കും. അവർക്ക് അന്തമില്ല. അവർ പഠിച്ചത് പുതിയതായി അവർ ചിന്തിക്കൂല. അപ്പം നമ്മൾ മറ്റേ പുസ്തകം ഇപ്പം മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ റസൂലിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകം, അത് ആളുകളെ തിരുദൂതർ നിയോഗം, അത് എല്ലാവരും വായിക്കട്ടെ. ഇനി അടുത്തത് അതിൻ്റെ 2ാമത്തെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് കാമിൽ അല്ലേ, നിറവ്. അപ്പം നബിയുടെ മറ്റൊരു തരത്തിലുള്ള വായന എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ചുകൂടി തിയററ്റിക്കലായ ഒരു വായനയാണ് അതിൽ. അപ്പോൾ അതിൽ എല്ലാ സാധനങ്ങളൊന്നും നമുക്കിവിടെ ചർച്ച ചെയ്യാൻ സമയമാണ് ഇതിൻ്റെ. എല്ലാവരും ഈ 2 വോള്യൂം വായിക്കട്ടെ, എന്നിട്ട് അഭിപ്രായങ്ങൾ വരട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് സീറകളുടെ ചരിത്രത്തിലൊരു പുതിയ അധ്യായമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ അതിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഇതുവരെ ഇപ്പം ഞാനടക്കം മദ്രസയിൽ പഠിച്ചത് ആയിഷ ബീവി എന്ന് പറഞ്ഞ റസൂലുള്ളാഹിൻ്റെ ഭാര്യയെ 9ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്നാണ്. അപ്പോൾ പൊതുവേ ഇസ്ലാമിൻ്റെ വിമർശകർ എന്താ പറയുക, നബി ഇങ്ങനെ എന്താ പറയുക ഒരു 9 വയസ്സുള്ള പൂർണ്ണതയില്ലാത്ത പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയണ ഒരു വലിയ വിമർശന നബിക്കെതിരെ എല്ലാ കാലത്തും ഉന്നയിക്കലും. പക്ഷേ ഇതിൽ നിങ്ങൾ ശക്തമായി, അതും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൽ വളരെ ലോജിക്കലായൊരു ചോദ്യം എന്താ വെച്ചാൽ, നബിൻ്റെ കല്യാണം ആലോചിച്ച ആ സ്ത്രീ നബിക്ക് സംരക്ഷണത്തിന് എന്ന് പറയുക, ഖദീജ ബീവി മരിച്ചിട്ട് സംരക്ഷണത്തിന് 2 പെണ്ണുങ്ങളെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ചെറിയ കുട്ടീനെ എന്തായാലും അതിൽ വെക്കൂലല്ലോ എന്നുള്ളൊരു ചോദ്യം, അത് തന്നെ ശരിക്കും എൻ്റെ ആ സംശയങ്ങൾക്കുള്ള മറുപടി തന്നെ അതിലുണ്ട്. അതോടെ ആ ചോദ്യം തന്നെ തീർന്നു. പക്ഷേ എന്നാലും എന്താണ് 18, 16, 13 എന്ന് പറയാനുള്ള ചരിത്രപരമായ കാരണം എന്താണ്? അതായത് ഇതിൻ്റെ അടിസ്ഥാനം എന്തെന്നാൽ, ചരിത്രം അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അറബികൾ വേണ്ടത്ര മുന്നോട്ട് പോകാത്ത ഒരു ജനതയായ കാലഘട്ടത്തിലാണ്
ഈ താരീഖ് എഴുതപ്പെടുന്നത്. അപ്പോൾ ആ വർഷങ്ങൾ വെച്ചിട്ടുള്ളൊരു പഠനമൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ല. എന്നല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തിന് ശേഷം സഹസ്രാബ്ദത്തിനും അപ്പുറം ഇതൊരു ചർച്ചയേ അല്ല. അത് ചില കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളിലെ വർഷങ്ങൾ അവിടെ കിടക്കും, വർഷങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയില്ല. അങ്ങനെ വർഷങ്ങളെ നോക്കി കൃത്യമാക്കുന്ന ഒരു സ്വഭാവവും അക്കാലത്തില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായി നബിയുടെ ആയിഷ ബീവിയുമായുള്ള വിവാഹ പ്രശ്നത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച വരുന്നത് AD 1905 എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട് ആകെ. മാർഗോളിയാത്താണ് ഈ ചർച്ച കൊണ്ടുവരുന്നത്. അദ്ദേഹം ആദ്യം ജൂതനായിരുന്നു, പിന്നീട് അദ്ദേഹം ക്രിസ്തുമതത്തിൽ കൺവേർട്ട് ചെയ്തു. അങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ആൻഡ് റൈസ് ഓഫ് ഇസ്ലാം എന്നൊരു പുസ്തകത്തിൽ AD 1905 ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഈ പുസ്തകത്തിലാണ് മുഹമ്മദ് ഒരു കൊച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കൊച്ചു 9 വയസ്സുകാരിയായ ഒരു കൊച്ചു പെണ്ണാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ എന്ന ഒരു വിമർശനാത്മകമായി നബിയെ ഇകഴ്ത്തുക എന്ന താല്പര്യത്തിൽ ആ ചർച്ച 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ AD 1905 മുമ്പ് ഭൂലോകത്തെവിടെയും അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടായിട്ടേയില്ല. എന്തുകൊണ്ട് ചർച്ച ഉണ്ടായില്ല? അതൊരു വിഷയമല്ല. ഈ താരീഖിനെ എഴുതി വെക്കുന്നിടത്ത് വേണ്ടത്ര ശ്രദ്ധ പലപ്പോഴും അറബികൾക്കുണ്ടായിരുന്നില്ല. ഒരു ഇമാം ബുഖാരി ഇതിലെടുത്ത ഒരു താരീഖ് കൊണ്ടുവരുന്നുണ്ട്, ഹദീസല്ല, ഒരു താരീഖ്. അത് കൊണ്ടുവരുന്നത് ഒരു 10-90 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഒരു ഓർമ്മയെന്ന് എടുത്ത് പറയാം. അതാ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത്. നമ്മൾ ബുഖാരിയെ കുറ്റപ്പെടുത്തുന്നതൊന്നും ഇല്ല. പക്ഷേ അതേ സമയത്ത് ഇമാം ബുഖാരിക്കും അവിടെ വയസ്സൊരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല. അവിടെ ആ താരീഖ് നോക്കി പഠിക്കുന്ന ഒരു വിഷയം അക്കാലത്തില്ല. അതുകൊണ്ട് അതങ്ങനെ എടുത്തെഴുതിയിട്ടുണ്ടാകും. അല്ലാത്ത കാര്യത്തിലൊന്നും ഇമാം ബുഖാരിക്ക് പേച്ചും ഇതൊക്കെ അബദ്ധമാണ്. ഇവരൊന്നും അമ്പിയാക്കളല്ല, സ്വാഭാവികമായും സംഭവിക്കും. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബീവി മരിക്കുമ്പോൾ 2 സ്ത്രീകളെ കല്യാണത്തിന് വേണ്ടി നിങ്ങൾക്ക് കല്യാണം കഴിക്കാം എന്നൊരു ആൾ കൊണ്ടുവരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ കുടുംബ സുഹൃത്തായ സ്ത്രീ കൊണ്ടുവരുന്നുണ്ട്. അത് 2 സ്ത്രീകൾ, ഒന്ന് സൗദാ ബീവിയാണ്, ഒന്ന് ആയിഷ ബീവിയാണ്. അതിനെന്താ കാരണം പറയുന്നത്? മക്കളെ നോക്കണം. ആരാണ് ഏറ്റവും ചെറിയ മോളാണ്? ആര്? ഫാത്തിമ. ഫാത്തിമക്ക് തന്നെ മനസ്സിലായില്ല. ഫാത്തിമക്ക് തന്നെ ആ സമയത്ത് 14-15 വയസ്സിനടുത്തുണ്ട്. 9 വയസ്സായ കുട്ടിയാണ് ആരെ ഏൽപ്പിക്കാൻ പോണത്? 13 വയസ്സായ കുട്ടിയാണ് വീട് സംരക്ഷിക്കേണ്ടത്. ഇത്ര വലിയ തെറ്റാണ് ഇത്. ധാരാളം ഇമാം നവവി അടക്കം, ഇമാം സുബ്കി അടക്കം, ഇമാം തിബരി അടക്കം, തിബരിയുടെ വീക്ഷണ പ്രകാരം എന്താണെങ്കിലും 13ന്റെ മുകളിലാണ് പ്രായം. 18 അഭിപ്രായപ്പെട്ട ധാരാളം ചരിത്ര പണ്ഡിതന്മാരുണ്ട്. 21 23 അഭിപ്രായപ്പെട്ടവരുണ്ട്. 15 വയസ്സായ സമയത്ത് ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കാൻ അന്വേഷിച്ച് വരികയാണ് സിദ്ദീഖുൽ അക്ബർ. അപ്പം നബി പറയാണ്, അതൊരു ചെറിയ പെണ്ണല്ലേ, അതൊരു ചെറിയ പെണ്ണല്ലേ എന്ന് പറയുന്ന നബി സിദ്ദീഖിനേക്കാൾ വയസ്സുള്ള സിദ്ദീഖുൽ അക്ബറിന്റെ 9 വയസ്സായ മകളെ കെട്ടുന്നു. ഈ ഭൂലോകത്തിലൊക്കെ സങ്കല്പിക്കാൻ കഴിയും? അപ്പൊ അവിടെ സംതിങ് റോങ്. ചരിത്രത്തിൽ എഴുതിയെടുത്ത്, വർഷം എഴുതിയെടുത്ത് ഭീമമായ അബദ്ധം. ചില പണ്ഡിതന്മാരുടെ വീക്ഷണം 19 എഴുതിയെടുത്ത് 10 പോയിട്ടുണ്ടാവും. അങ്ങനെയും വന്നേക്കാം. പക്ഷെ നമ്മളെ പുസ്തകങ്ങളിൽ നിന്ന് മാറ്റേണ്ട സമയമില്ല. അപ്പോൾ അല്ല, മാറ്റേണ്ട സമയമായി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഗവേഷണം നടത്തണം. ഞാൻ നടത്തിയ ഗവേഷണമാണ് ഈ പറയുന്നത്. ഇതാണ് ശരി, ഇത് സത്യമാണ്. നമ്മുടെ പുസ്തകം തിരുത്തേണ്ടി വന്നാൽ എന്താ പ്രശ്നം? എന്തു തിരുത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നൽകിയ ആയത്ത് തിരിച്ചെടുത്ത് വേറൊരു ആയത്ത് നൽകിയത് എന്തിനാ? അല്ലാഹു ത്രികാലങ്ങൾക്കും അപ്പുറത്തുള്ള സർവേശ്വരനല്ലാത്തത് കൊണ്ടല്ല, തിരുത്താനും ഒരു പഠിപ്പുണ്ട്. നമ്മളെ മദ്രസ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ 9 എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലം വരെ ആ വിഷയത്തിൽ പഠനങ്ങൾ നടന്നില്ല.
ഇപ്പൊ പഠനം നടന്നപ്പോൾ കാര്യം മനസ്സിലായി അബദ്ധമാണ്. അതിനെന്താ പ്രശ്നം? ഇനി കഴിഞ്ഞ തലമുറ 9 എന്ന് വിശ്വസിച്ച് മരിച്ചത് കൊണ്ട് വരാൻ നിസ്കാരത്തിന് നോമ്പിനൊന്നും കമ്മി, ഇതൊക്കെ മനുഷ്യരുടെ ധാരണകൾ. അതിലിപ്പോൾ എന്ത് പ്രശ്നമാണ്? അതായത് നമ്മളെ വാപ്പ മദ്രസയിൽ പഠിച്ചത് 9-ാം വയസ്സിൽ നിന്നായിരുന്നു. ആ വാപ്പ അങ്ങനെ തന്നെ മരിച്ചു പോയതുകൊണ്ട് ഇസ്ലാമിൽ എന്ത് കമ്മിയുള്ളത്? ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളൊരു വിഷയം പഠിക്കുക, അതെ, വിമർശനങ്ങൾ അധികരിക്കുമ്പോൾ ഇപ്പോൾ ഇത് പഠിക്കേണ്ട കാലമാണ്. അതായത് 1905 മുമ്പ് ഒരു യൂറോപ്പിന് പോലും അത് പഠിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഇതൊക്കെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ചിന്തകൾ കടന്നു വരുന്നത് എന്നല്ല. 1970-കൾക്ക് ശേഷമാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. ഇപ്പോൾ ലിബറലിസ്റ്റുകളുടെ കാലമായ എത്തിസ്റ്റുകളുടെയും ലിബറലിസ്റ്റുകളുടെയും നൂറ്റാണ്ടായ 20-ാം നൂറ്റാണ്ടിലാണ് വലിയൊരു സമഗ്രമായ ചർച്ച ഈ വിഷയത്തിലുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ പഠനം നടത്തേണ്ടി വരും. ആ പഠനം നടത്തിയ മുൻകാലത്ത് എഴുതി വെച്ചത് ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് പ്രശ്നമുള്ളത്? തിരുത്തുന്നതിൽ എന്താണ്? ഇതല്ലേ സത്യം. ഇവിടെ ബുഖാരി പറഞ്ഞത് തന്നെ ശരിയാക്കുക എന്നതല്ലല്ലോ, നബിയുടെ ശരിയാണെന്ന് അറിയിച്ചു കൊടുക്കല്ലേ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഴിക്കപ്പെട്ടാലും വേണ്ടില്ല, ബുഖാരി അത് ശരിയാക്കണം. അത് ഇവിടുത്തെ ന്യായമാണ്. അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബുഖാരി തെറ്റാന്ന് പറഞ്ഞാൽ പിന്നെ പലതും നമുക്ക് തെറ്റാന്ന് പറയേണ്ടി വരും. അല്ല, ഞാൻ തെറ്റ് ശരിയെന്ന് പറയല്ല, തെറ്റിലേക്ക് ഇനിയും നമ്മൾക്ക് ചർച്ച നടത്തിയിട്ട് കണ്ടെത്തിയ ഒരു വസ്തുത കണ്ടെത്തിയാൽ ബുഖാരി നബി അല്ലല്ലോ, ശംസുല്ലമ അല്ലെങ്കിൽ ബുഖാരി അല്ലെങ്കിൽ മഖ്ദൂം ഒരു കാര്യം പറഞ്ഞാൽ തെറ്റാവുന്നതിന് എന്താ പ്രശ്നം? മഖ്ദൂം നബിയാണോ? മഖ്ദൂം നബി അല്ലല്ലോ. പിന്നെ എന്താ പറയുക, വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരു കാര്യം പറഞ്ഞത് തെറ്റായാൽ എന്താ പ്രശ്നം? വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്നൊരു 1,24,001 നബി ഉണ്ടോ? അതില്ലല്ലോ. അവർക്കൊക്കെ തെറ്റ് പറ്റാലോ. ഷാഫി ഇമാം പറഞ്ഞതിൽ ഒന്ന് തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താണ്? നബി അല്ലല്ലോ. ഫീക്കുൽ ഇമാം മാലിക്കിന്റെ ഒരു വാക്കുണ്ട്, ഫീ കുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദുൻ ഇല്ലാ ഖൗലു സ്വാഹിബി ഹാദൽ ഖബർ. മുത്ത റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ നിന്നിട്ട് ഈ വാക്ക് പറയുന്നത്, ഫീ കുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വമർദൂദുൻ, ആര് പറഞ്ഞതിലും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ടാകും. ഇല്ലാ ഖൗലു സ്വാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന ആളുടെ വാക്കിൽ മാത്രം അങ്ങനെയില്ല. തള്ളപ്പെടേണ്ടതില്ല, സ്വീകരിക്കപ്പെടേണ്ടതേ ഉള്ളൂ. അപ്പൊ ആത്യന്തികമായി സിദ്ദീഖുൽ അക്ബർ പേച്ചത് ഇസ്ലാമിക ചരിത്രത്തിലുണ്ടല്ലോ. സിദ്ദീഖുൽ അക്ബർ ഖുർആനെ പുസ്തകത്തിലാക്കരുത് എന്ന വാശിക്കാരനായിരുന്നു. ഉമർ പറഞ്ഞു നിർബന്ധമായും ആക്കണം. പിന്നീട് സിദ്ദീഖിന് ബോധ്യപ്പെട്ടു. അപ്പോൾ സിദ്ദീഖ് പറഞ്ഞു പേച്ചു പോയി. സിദ്ദീഖിന് പേച്ചിട്ട് പിന്നെ ഇപ്പോഴത്തെ മദ്രസ ബുക്കിൽ പേക്കുന്നതിന് എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? തിരുത്തുന്നിടത്ത് നമുക്ക് നന്മയുള്ളൂ. എന്തുകൊണ്ട്? നമ്മൾ ധരിച്ചതിന് അപ്പുറത്തായിരുന്നു സത്യം. ഇതാണ് വസ്തുത. എന്താ പ്രശ്നമുള്ളത്? ഒന്നല്ലല്ലോ. ഒന്നിരിക്കൽ വിവാഹപ്രായം മദ്രസ പുസ്തകം എടുത്തു കളയാൻ ഓരോരുത്തരും ഗവേഷണാത്മകമായി പഠിച്ചോട്ടെ. ഇന്നത്തെ യൂത്ത് പഠിക്കാൻ തയ്യാറാണ്. നമ്മളായി മദ്രസയിൽ എഴുതി വെച്ചിട്ട് അവരെ പേപ്പിക്കാതിരുന്നാൽ മതി. ചിലതൊക്കെ അങ്ങനെയും ചെയ്യാലോ. അതായത് സുബഹി നിസ്കാരം 2 റക്അത്തും ളുഹർ നിസ്കാരം 4 റക്അത്തും പോലത്തെ ഒരു വളക്കാൻ പാടില്ലാത്ത സാധനം അല്ലല്ലോ ആയിഷ ബിയുടെ അഭിപ്രായം. അതിലൊക്കെ എന്ത് പ്രശ്നമുള്ളത്? ഇനി അപ്പൊ ഈ പുസ്തകം ആളുകൾ വായിക്കട്ടെ, അഭിപ്രായങ്ങൾ. ഞാനീ പറയുന്നത് ഈ 9 എന്നത് ലോകത്തിൽ ചർച്ചയായി കൊണ്ടുവരുന്നത് ഗോളിയാത്താണ്. ഗോളിയാത്തിന്റെ മുഹമ്മദ് ആൻഡ് റൈസ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ 1905 ലോകത്താ യൂറോപ്പ് പോലും ഈ ചർച്ച കേൾക്കുന്നത്. അല്ല, യൂറോപ്പിലേക്ക് ശരിക്കും ഇസ്ലാം ഒരു ചർച്ചയാണ് തന്നെ ഈ 19-ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴാണ്. അപ്പം ഇനി നമ്മളെ ഈ സംഗതികൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇനി പുസ്തകം ആളുകൾ വായിക്കട്ടെ, ഇത് വലിയ പ്രചാരം ഉണ്ടാകട്ടെ, ഇതിന്റെ ഇംഗ്ലീഷ് ഉണ്ടാകട്ടെ. തീർച്ചയായും അതിനുള്ള ശ്രമം തീർച്ചയായും ഉണ്ടാവും. എല്ലാവരും വായിക്കണം ഈ പുസ്തകം, എല്ലാവരും വായിക്കണം, നിർബന്ധമായി വായിക്കണം. ഇനി അപ്പോൾ അടുത്തത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ പൊതുവായ ഈ വിഷയങ്ങളിൽ ഇപ്പോൾ സമസ്തയിൽ നിന്നൊക്കെ അകന്ന് ഒരു പുതിയ ഗവേഷണമായിട്ട് മുന്നോട്ട് പോവാണല്ലോ. പുതിയ ഒരു എന്താ പറയുക, ഒരു ഇജ്തിഹാദാണോ ശരിക്കത്? മഹാന്മാരായ അള്ളാഹുവിൻ്റെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ
അടിമകൾ വലിയ സജ്ജനങ്ങൾ പറഞ്ഞു വെച്ചതിനെ പിടിച്ച് ഇപ്പം ഞാൻ ഈ പുസ്തകം നിങ്ങൾ വായിച്ചല്ലോ, ഞാൻ ആയിഷാബിയുടെ വിവാഹപ്രായം വരെ സ്വന്തം അഭിപ്രായമല്ല, ഈ അഭിപ്രായം തൊബിരിക്കുണ്ട്, ഈ അഭിപ്രായം നവവിക്കുണ്ട്, ഇത് പറയല്ലേ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായം ഒന്നും പറയുന്നില്ല. ഇനി അതിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും വേണ്ടത് എന്താണെന്നറിയാം, ചരിത്രത്തിൽ അതിനെ വീണ്ടും സംയോജിപ്പിക്കാനുള്ള ഒരാളുണ്ടാകണം, ഡോട്ട് ഫില്ല് ചെയ്യാൻ, അത് ഫില്ല് ചെയ്യാൻ ആ ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ. അത് എങ്ങോട്ടാ അത് കൊണ്ടുപോകണത്? അത് നന്മയിലേക്ക്, സമൂഹത്തിൻ്റെ നന്മ എപ്പോഴും ആ നന്മ നടന്നുകൊണ്ടേയിരിക്കണം. ആ സമൂഹം വീണ്ടും വീണ്ടും ചലനാത്മകമാകണം. ഇവിടെ ഇപ്പം ഒരു മുസ്ലിം, അപ്പം നിങ്ങൾ സമസ്തയിൽ നിന്ന് അകന്നു നിൽക്കുന്നതിന് എന്താ നിങ്ങൾ പ്രശ്നം ചോദിക്കുന്നത്? അല്ല, സമസ്തയില് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കാണുന്ന കാലത്ത് സമസ്തയുടെ വലിയ പ്രഭാഷകനാ, ലീഗിന് വേണ്ടി പ്രസംഗിക്കുന്നുണ്ട്. അവിടുന്നൊക്കെ മാറി ഇപ്പൊ എന്താണ് വഴി? ശരിക്കും എൻ്റെ വഴി എന്ന് പറഞ്ഞാല് സമസ്തയുടെ വഴി തന്നെ. പക്ഷെ ഞാൻ ആ സംഘടനയിലൊന്നും ഇല്ല, ഞാൻ സുന്നിയാണ്. സമസ്തയെ അംഗീകരിക്കും, അതേസമയത്ത് AP ഉസ്താദിനെ അംഗീകരിക്കും. അവരൊക്കെ നല്ല ആളുകളാണ്, സമൂഹത്തിന് നന്മ ചെയ്തിട്ടുണ്ട്. ഞാൻ ലീഗിനെ അംഗീകരിക്കും, കോൺഗ്രസിനെ അംഗീകരിക്കും, ചിലപ്പോൾ ചില സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്ന നന്മയെ അംഗീകരിക്കും. അതായത് സമൂഹത്തിൽ നന്മകളൊക്കെ അംഗീകരിക്കാം. അതായത് ഒരു കൊടിയോ ബോർഡോ ഫ്രെയിമോ എൻ്റെ ഗവേഷണത്തിന് തടസ്സമാകാത്ത രൂപത്തിൽ മുന്നോട്ട് പോവുകയും അവരോടെല്ലാം എനിക്ക് കഴിയാവുന്ന വിധത്തിൽ സഹകരിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ പാർട്ടും. ആ ബോർഡിൽ നിന്നുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ പറയാൻ കഴിയില്ല. അവർക്കൊരു ഫ്രെയിം ഉണ്ടാവും. അല്ല, സംഘടന ഫ്രെയിം വേണമല്ലോ, വേണം, അത് നന്മയാണ്. പക്ഷെ എന്നെ പോലത്തെ ഒരാൾ ഫ്രെയിമിന് ഇപ്പുറത്തേക്കും നിൽക്കണം. ഈ ത്വരീക്കത്തുകൾക്കെതിരെയുള്ള വാളെടുക്കുകളിലൊക്കെ ഈ സമസ്തകൾ എടുക്കുന്ന ഒരു നിലപാട് അതുകൊണ്ടായിരിക്കില്ലേ? കാരണം ത്വരീക്കത്തുകാരൻ ഇങ്ങനെ പോയാൽ കുറെ ആൾക്കാർ വഴി സംഘടനാ പ്രവർത്തനത്തിന് കിട്ടൂല. ത്വരീക്കത്തും എൻ്റെ ചിന്തയും തമ്മിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കരുത്. ഞാൻ ഒരു ത്വരീക്കത്തുകാരൻ, ഞാൻ തിജാനി മഹാനായ ഹിജ്റ 1150 ജനിക്കുകയും അൾജീരിയയിലെ ഐനുമാലിയിൽ ജനിക്കുകയും ഹിജ്റ 1230 മൊറോക്കോയിലെ ഫാസിൽ മരണപ്പെടുകയും ചെയ്ത ലോകപ്രശസ്ത സൂഫി മഹാനായ ഷെയ്ഖ് അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി തങ്ങൾ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ഈ പറയുന്നതൊന്നും തിജാനിയത്തല്ല, അല്ല, തിജാനിയെ ബേസിൽ വെച്ച് സംസാരിക്കല്ല. ചില ആളുകൾ ഇത് വെച്ചിട്ട് പറയും തിജാനി എന്ന് പറഞ്ഞാൽ ഒരു പേച്ച വാദാണ്, അവർക്ക് ഇന്നെ സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് തിജാനിയത്തെ പേച്ചാന്ന് പറയും. അതല്ല, തിജാനികൾക്ക് ആർക്കും ഈ വാദങ്ങളൊന്നുമില്ല. എന്നാൽ അവർ ഈ വാദത്തിന് എതിരുമല്ല, അവരിന്നെപ്പോലെ ചിന്തിക്കുന്നവരല്ല. ഞാനിത് മാറി നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. എൻ്റെ തിജാനിയത്തെ എൻ്റെ ഒരു ആത്മീയതയാണ്, ഗവേഷണം എൻ്റെ ഡ്യൂട്ടിയാണ്. ശരിക്കും ഗവേഷകനാണ് കാസിമി. അതാണ്, അങ്ങനെയാണ്, പണ്ടേ അങ്ങനെയാണ്. അപ്പൊ അതില് നേരത്തെ ഇപ്പൊ ഈ ഫ്രെയിമിൽ നിന്നിരുന്ന സമയത്ത് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് നമ്മളെ ശത്രുവിനെ പോലെ നോക്കും, അങ്ങനെയുള്ള കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ചിലർക്ക് നമ്മളെ സഹിക്കാൻ കഴിയില്ല. വലിയവരൊക്കെ സഹിക്കും. പക്ഷെ അതേസമയത്ത് ഈ ഇടത്തിലുള്ള ചില ആളുകളുണ്ട്, അവർ മൂപ്പരി അമ്മക്കെതിരല്ലേ, ആ ഉസ്താദിന് പറഞ്ഞതിനെതിരല്ലേ എന്ന് അവർ ചിന്തിക്കും. അപ്പോൾ ആ സാധുക്കൾക്ക് അതൊരു പ്രയാസമാവും. അപ്പോൾ അവർ മേലുള്ള ആളുകളോട് പറഞ്ഞാൽ മേലുള്ളവർക്കും പ്രയാസമാവും. ഇവനെ ഇന്നൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന ആൾ ഇന്നും ആരും അത് പറയില്ല. എന്തുകൊണ്ട്? ആർക്കും അവരോട് പറഞ്ഞാലും എന്ത് പറയാം. അപ്പോൾ ആരോടും, ഇപ്പോൾ സമസ്തയുടെ ഏത് നേതാവിനോടും പറഞ്ഞാൽ റഹ്മത്തുള്ള അങ്ങനെ പറഞ്ഞല്ലോ, അത് റഹ്മത്തുള്ളയല്ലേ, അദ്ദേഹം നമ്മളെ ഒരു സംഘടനയുടെ സ്ഥാനം വഹിക്കുന്ന ഒരാളൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന് പണ്ടത് പറയട്ടെ, നല്ലത് നമുക്ക് സ്വീകരിക്കാം, നല്ല അല്ലാത്തൊക്കെ തള്ളിക്കളയാം എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ ഈ അടുത്ത കാലത്ത് ആരോട് പറഞ്ഞതായി ഒരാളിനോട് പറഞ്ഞു. എന്താ എനിക്കറിയില്ല, ഒരാളിനോട് പറഞ്ഞു ഇങ്ങനെ റഹ്മത്തുള്ള പറയുന്നുണ്ടല്ലോ, പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ സമസ്തയുടെ ഒരു ഔദ്യോഗിക സ്ഥാനത്തുള്ള ഒരാളല്ല. പിന്നെ അയാൾ പറയട്ടെ, നെല്ലും പതിലൊക്കെ പിന്നീട് ആളുകൾ തീരുമാനിച്ചോട്ടെ, അയാൾ പറഞ്ഞോട്ടെ. അതൊരു നല്ല മനസ്സാണല്ലോ. അങ്ങനത്തെ ആളുകളും വേണ്ടേ? അപ്പൊ ഒരു കാലത്ത് പിന്നീട് നമ്മൾ ഈ പറഞ്ഞ വാക്കുകൾ ഈ ഫ്രെയിമിലേക്ക് കയറ്റി വെച്ച് സമൂഹത്തെ സമുദ്ധരിക്കേണ്ട ഒരു ഘട്ടം ചിലപ്പോൾ വന്നേക്കും. അന്നിപ്പോ ഞാൻ പുറത്തിറങ്ങി പണിയെടുക്കണ്ടേ? കല്യാണ പന്തലില് പുക പിടിക്കാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ടെങ്കിൽ പുറത്തൊരു കാറ്ററിംഗ് സർവീസുകാർ പുക വെച്ച് ഉണ്ടാക്കിയ ചോറിനെ ഇവിടെ കൊണ്ടുവന്ന് വിളമ്പലാണല്ലോ നല്ലത്. നല്ല ചോറ് കിട്ടണമല്ലോ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഈ പന്തലിലല്ല ഈ ചോറ് ഉണ്ടാക്കണത്, പുറത്താണ്. നാളെ ഈ പന്തലിലും ഇതന്നെ വിളമ്പും ഇൻഷാ അല്ലാഹ്.
അതെ അതെ, അങ്ങനെ ഒരു സമയം ഉണ്ടാവും. ആ സമയം ഉണ്ടാവും. എന്താ അതുകൊണ്ട് ലക്ഷ്യമാക്കണത്? ഇപ്പൊ ഈ ഗവേഷണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നിലനിൽക്കുന്ന വ്യവസ്ഥിതി പോരാ എന്നുള്ളിടത്താണല്ലോ ഈ ഗവേഷണം. വ്യവസ്ഥിതി എന്ന് പറയുമ്പോ ഞാൻ അങ്ങനെ കുറ്റം പറയല്ല, അല്ല, ധാരണകൾ അബദ്ധമായിരിക്കും. ഉദാഹരണം പറയാം, ഏത്തിസ്റ്റുകൾ ഈ അടുത്ത കാലത്ത് ഹലാൽ കൊള്ള എന്നൊക്കെ പറഞ്ഞ് ബദർ യുദ്ധത്തെ വിമർശിക്കുന്ന സംഭവങ്ങളുണ്ടായി. ഇസ്ലാം ഷിർക്കിനെതിരെയാണ് യുദ്ധം ചെയ്തത്. അപ്പോൾ ഞാനത് പഠിച്ചു, കൊല്ലങ്ങളായി പഠിക്കാണ്, എനിക്കതിപ്പോൾ തലേ കയറാത്തൊരു വിഷയമാണ്. ഇസ്ലാം ഷിർക്കിനെതിരെയാണ് യുദ്ധം ചെയ്തത്. അപ്പം ഞാൻ പഠിച്ചപ്പോൾ അവർ പറഞ്ഞ സത്യമല്ല. അപ്പോൾ ഇതാണ് സത്യം. മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ പേരിൽ? അതിക്രമം. മുസ്ലിങ്ങളോട് ഇസ്ലാം മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഖലീഫ സിദ്ദീഖുൽ അക്ബർ മുസ്ലിങ്ങളായ ആളുകൾ സക്കാത്ത് കൊടുക്കൂല സാധുക്കൾക്ക്, യുദ്ധം ചെയ്തില്ലേ? നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇസ്ലാമിൽ യുദ്ധത്തിന് മാനദണ്ഡം ശിർക്കും തൗഹീദും അല്ല, അത് ഇൻഡിവിജ്വലായ ഓരോരുത്തരും വിശ്വാസമാണ്. അതേ സമയത്ത് അതിലൂടെ ഒരു സൊസൈറ്റിക്ക് ഒരു ഫ്രെയിമുണ്ട്, നന്മ, മൊറാലിറ്റി. അതിനെതിരെ ചെയ്താൽ വിടൂല. ഈ നിലനിൽക്കുന്ന സാധനങ്ങൾ മൊത്തം കലങ്ങൂല. ഇപ്പൊ ഈ പറയുമ്പോ ഒരു കലങ്ങലും അതില്ല, ധാരണകൾ യഥാർത്ഥത്തിൽ എത്തിച്ചേരും. ഇപ്പം നമ്മളെ പരിസരത്തൊക്കെ മുശ്രിക്കുകളുണ്ട്, ശിർക്ക് ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അവിടെ നമ്മളൊന്നും ചെയ്യാൻ പണ്ട് മുതലേ ചെയ്യാൻ പോണില്ല. അപ്പം ഇതിന് മനസ്സിലാക്കാം, മുശ്രിക്കിനോട് യുദ്ധം ചെയ്യൽ നമുക്ക് ബാധ്യതയില്ലാണ്. ഇത് അടുത്ത ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അവർ ശിർക്ക് ചെയ്തു എന്നതിൻ്റെ പേരിലല്ല യുദ്ധം ചെയ്ത്, പകരം തുകയാൻ, അതിക്രമം കാണിക്കുക, അതിര് വിടുക, ഒരു സൊസൈറ്റിയുടെ ഫ്രെയിമിൽ നിന്ന് പുറത്തേക്ക് ആടുക. അപ്പോഴാണ് യുദ്ധം. അപ്പം ആരോട് യുദ്ധം ചെയ്യും? സാധുക്കളായ ജനങ്ങളെ ഭേദ്യം ചെയ്യുക, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക. ആര് ചെയ്തു? അലി ബിൻ അബി താലിബിന്റെ കാലത്ത് ഖവാരിജ് യുദ്ധം ചെയ്തില്ല. ഖവാരിജ് മുഴുവനും ആരാ? യഖ്റഊനൽ ഖുർആന വയസല്ലൂന ഫയബ്കൂന. ഖുർആൻ ഓതി നിസ്കരിച്ച് കാര്യം. ആ ജനിതനോടല്ലേ യുദ്ധം ചെയ്ത അലി. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഖവാരിജ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഖവാരിജാണ് ഇന്നത്തെ വഹാബിസം. ഇന്നത്തെ വഹാബികൾ അന്നത്തെ ഖവാരിജാണ്. പഠിച്ചാൽ മനസ്സിലാവും. അതിലേക്ക് പോകാം, അതിലേക്ക് പോകുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഷിർക്കിനോടല്ല യുദ്ധം, തുകയാനോടെതിരെയാണ്. തുകയാൻ എന്നാൽ അതിക്രമം. നിങ്ങൾക്ക് ഷിർക്കും ചെയ്ത, ഇപ്പൊ സി എച്ച് മുഹമ്മദ് സാഹിബ് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കൈനീട്ടാൻ അവകാശമുണ്ട്, പക്ഷെ മറ്റൊരു തന്നെ മൂക്കിൽ തട്ടരുത്. മൂക്കിൽ തട്ടണവരെ ആ കൈ നീട്ടാ, എനിക്കിപ്പോൾ അത്രയും കൈ നീട്ടാ, നിങ്ങൾ കൈ നീട്ടാ, നിങ്ങളെ മൂക്ക് തട്ടരുത്, നിങ്ങൾ ഇന്റെ മൂക്കിൽ തട്ടരുത്. ഇത് സി എച്ച് പറഞ്ഞ ഇതാണ് ആ ഭാഗം. വ്യക്തി സ്വാതന്ത്ര്യം ഷിർക്കാണെങ്കിൽ അത് ഷിർക്കിയും. തൗഹീദ് പ്രപഞ്ചത്തിന്റെ ആന്തര സത്തയാണ്. അത് വ്യക്തി പൂർണ്ണനാണെങ്കിലും അത് അംഗീകരിച്ചിരിക്കും. എന്നാൽ അപൂർണരായ വ്യക്തികളുണ്ടാവും, ഒരു ഷിർക്കിയും. അവരെ നമ്മൾ ക്ഷമിക്കണം. അവരെ വാള് കാട്ടി തൗഹീദ് ചെയ്യിപ്പിക്കേണ്ട ബാധ്യതയില്ല. വാളുകൊണ്ട് ഒരാൾ തൗഹീദിലോട്ട് എത്തൂല്ല. നിങ്ങളെ മനസ്സാണ് അല്ലാഹുക്ക് വേണ്ടത്. അവൻ ഏകനാണെന്ന് നിങ്ങളെ മനസ്സ് കണ്ടെത്തണം, വാളല്ല. നിങ്ങളിപ്പോൾ ഈ പറയുന്ന ഏകദേശം മാർക്സിസമായി മാറിയോ? മാർക്സിസം എന്ന് പറഞ്ഞാൽ മാർക്സ് പല നിലക്കും അംഗീകരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. മാർക്സിന് ഇസ്ലാമിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് മാർക്സിൻ്റെ കുറ്റം. അത് മാർക്സിൻ്റെ എക്കാലത്തെയും കുറ്റമാണ്. വേണമെങ്കിൽ മാർക്സിന് ഇസ്ലാമിലേക്ക് തിരിയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ നമ്മൾ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ മുൻധാരണ തിരുത്താൻ അവസരം ഉണ്ടായിട്ടും, മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും അടുത്തറിയാൻ അവസരം ഉണ്ടായിട്ടും അത് തിരുത്താൻ മാർക്സ് തയ്യാറാകാത്തതുകൊണ്ട് മാർക്സ് വലിയ അക്രമി തന്നെയാണ്. അതല്ലെങ്കിൽ സ്നേഹവായ്പ്, കരുണ, തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക, തൊഴിലാളിയെ രണ്ടാം കിട പൗരനായി കാണുക, ഇതൊക്കെ എതിരെ യുദ്ധം ചെയ്ത ഒരു മാർക്സിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യത്വത്തോടു കൂടിയാണ്. അതേസമയത്ത് മുതലാളിയോടും കരുണ കാണിക്കണം. അവിടെ മാർക്സ് ജയിച്ചില്ല. മുതലാളിയെ ശത്രുപക്ഷത്ത് അത് യഥാർത്ഥ നന്മക്കെതിരാണ്. ഇവിടെ മുതലാളിയും വേണം, തൊഴിലാളിയും വേണം, അവർക്കിടയിൽ നീതി വേണം, ജസ്റ്റിസ് വേണം. അതാണ് വേണ്ടത്. അത് കണ്ടെത്താൻ മാർക്സിന് കഴിഞ്ഞില്ല. അത് അന്നത്തെ യൂറോപ്യൻ സാഹചര്യമാണ്. അത് മാറ്റിവെച്ചാൽ തൊഴിലാളിക്ക് വരമ്പിലെത്തുമ്പോഴത്തിന് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ്
കൂലി കൊടുക്കും. കണ്ടത്തിലെ തൊഴിലാളിക്ക് വരമ്പത്തെത്തുന്നതിന് മുമ്പ് കൂലി കൊടുത്തിരിക്കണമെന്ന് നിഷ്കർഷിച്ച മുഹമ്മദ് നബി തൊഴിലാളികളെ കൂടെ ഏറ്റവും വലിയ മാർക്സിസ്റ്റ്. ഏറ്റവും വലിയ ഈ സിദ്ധാന്തം അല്ലേ പറഞ്ഞത്. ഈ സിദ്ധാന്തം എന്നാ പറയുന്നത് AD 610 അന്ന് ചിന്തിക്കാൻ. ദാസ് ക്യാപിറ്റൽ എഴുതുന്നത് 1848 അതെ അതെ അതെ. എത്ര കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ യൂറോപ്പിലേക്ക് ഇസ്ലാമിൻ്റെ ശുദ്ധവായു വന്നതിന് ശേഷം മതത്തെ മനസ്സിലാക്കാതെ മാർക്സ് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ അവൻ മാർക്സിന് പഴച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്കും ഇസ്ലാം എന്നാൽ അത് മനുഷ്യത്വ, ഇസ്ലാം എന്നാൽ കരുണയാണ്, ഇസ്ലാം എന്നാൽ ദയയാണ്, ഇസ്ലാം എന്നാൽ ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന അത്രയുള്ള സ്വാതന്ത്ര്യമാണ്. അതെത്രയാണ്? അത് സൊസൈറ്റിയുടെ ബിൽഡിംഗ് തകരരുത്, അത്രയാണ്. ഇതില്ലേ സൊസൈറ്റിയുടെ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ സൊസൈറ്റിയുടെ ബിൽഡിംഗ് തിന്മ മനുഷ്യർ ചെയ്യും, അതിൻ്റെ പിറകെ പോകേണ്ട. ഇപ്പോൾ സൗദി അറേബ്യ തകരാൻ പോവാ അടുത്ത് തകരും. അടുത്ത് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തകരും, സാംസ്കാരികമായി തകരും. ക്ഷമിച്ച് കേൾക്കണം. അതായത് ഇസ്ലാമിക കൺസെപ്റ്റിൽ നിന്ന് വളരെ പുറകോട്ട് പോയി അവർ. അതായത് അവർ പൂർണ്ണമായി യൂറോപ്പിനെ സ്വീകരിച്ചു. ഇപ്പോൾ യൂറോപ്പിനെ സ്വീകരിക്കുന്ന ഘട്ടത്തിലാണ്. പൂർത്തിയാവിക്കൊണ്ടിരിക്കുന്ന ഹെലനൈസേഷൻ്റെ 2ാം ഘട്ടമാണിത്. ഈ ഹെലനൈസേഷനെ ഏകദേശം എന്താ പറയുക, റെനൈസൻസ് കാലഘട്ടം വരെ ഹെലനൈസേഷനെ AD 7ാം നൂറ്റാണ്ട് മുതൽ റെനൈസൻസിൻ്റെ 15ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു സഹസ്രാബ്ദം ഇസ്ലാമാണ് തടഞ്ഞു നിർത്തിയത് ഹെലനൈസേഷനെ. അത് എന്ത് ചെയ്തു? 20ാം നൂറ്റാണ്ടോടുകൂടെ വഹാബികൾ തകർത്തു. വഹാബികൾ ഹെലനൈസേഷനെ വീണ്ടും അഡോപ്റ്റ് ചെയ്തു. ഇന്ന് അതിനെ പൂർത്തിയായി. ഇന്നെന്താ കാര്യം? ഇന്ന് ബ്രായും നിക്കറും മാത്രം ഇട്ട പെൺകുട്ടികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നെഴുതിയ പതാക വഹിച്ചിട്ട് ഒരു ബ്രായും യുവതികൾ 22-25 വയസ്സായ യുവതികൾ ബ്രായും നിക്കറും മാത്രം ഇട്ടിട്ട് ഡാൻസ് ചെയ്യാം. ഇത് കുഫ്രല്ലേ? ഇവിടെ ഇത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടെ, അറിവോടുകൂടെ ഇത് സോഷ്യൽ മീഡിയ കയറ്റിവിടുക. ഇന്ന് ലക്ഷോപലക്ഷം ആളുകൾ അത് കാണുക. എന്തുകൊണ്ട്? മതം എന്ന പേരിൽ ഒരു കാലത്ത് വാതിലടച്ചു, തുറന്നു വിട്ടപ്പോൾ പരിധിക്കപ്പുറം സ്വാതന്ത്ര്യത്തേക്ക് പോയി. അതായത് മനുഷ്യനെ ജീവിക്കാൻ മനക്കൂല, നിസ്കരിക്കാൻ പോലീസ്, നിസ്കരിപ്പിക്കാൻ പോലീസ്, എന്തിന് ബീഡി വലിക്കുന്നുണ്ടോ നോക്കാൻ പോലീസ്. ബീഡി വലിക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ഹറാമോ ഖറാത്തോ അത് മനുഷ്യനെ തീരുമാനിച്ച പോലെ. നിസ്കരിക്കണുണ്ടോ ഇല്ലെന്ന് അതിന് പോലീസോ? ഈ മുഹമ്മദ് നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിസ്കരിപ്പിക്കാൻ പോലീസില്ല. 932 ശേഷം സൗദി അറേബ്യയിൽ നിസ്കരിപ്പിക്കാൻ പോലീസ്. നിസ്കരിക്കുന്നുണ്ടോ? പോലീസ്. ബീഡി വലിക്കുന്നുണ്ടോ? പോലീസ്. ബീഡി വിൽക്കുന്നുണ്ടോ നോക്കാൻ പോലീസ്. എന്തിനു പോലീസ്? കള്ളു കുടിച്ച് ഒരു വീട്ടിൽ കള്ളുകൂടി നടക്കുമ്പോൾ ശത്രുക്കളെ നിന്ന് നാടിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭരണാധികാരി എന്ന നിലയിൽ റോന്ത് ചുറ്റിയാണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? റോന്ത് ചുറ്റുന്ന സമയത്ത് ഒരു വീട്ടിൽ വെളിച്ചം കണ്ടു, വർത്താനം കണ്ടു, പാട്ട് കേട്ടു. അപ്പം ഏകദേശം ധാരണ വന്നു അത് കള്ളു കുടിക്കുന്നുണ്ടാവും. അപ്പോൾ മതിൽ ചാടി. ആര്? ഖലീഫ വീട്ടിൻ്റെ മതിൽ ചാടി ഉള്ളിൽ കയറി. അപ്പോൾ കറക്റ്റാ എന്ത്? മദ്യപാനം. ഇതാരുടെ കാലത്താ? ഖലീഫ ഉമറിന്റെ കാലത്ത്. അപ്പോൾ അള്ളാഹുവിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നതാണ്. ആര്? നിങ്ങൾക്കെതിരെ ഞാൻ ശിക്ഷാ നടപടി എടുക്കും. ആര് പറഞ്ഞു? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ വീട്ടുകാരൻ ചോദിച്ചു, അല്ല ഖലീഫ, അള്ളാഹു പറഞ്ഞതിനെതിരെ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആദ്യം ശിക്ഷിക്കേണ്ടത് നിങ്ങളാണല്ലോ. അതിൻ്റെ വലാ തജസ്സസു, ചാരപ്പണി എടുക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? നിങ്ങളിപ്പോൾ ഞങ്ങൾ ഗേറ്റും അടച്ച് വാതിലും അടച്ചിട്ടാണ് ഈ പണിയെടുക്കുന്നത്. നിങ്ങളിത് മുട്ടി ഞങ്ങളെ ഉള്ളിൽ കയറി ഞങ്ങളെ സ്വാതന്ത്ര്യം നശിപ്പിച്ചത് തജസ്സുസ് അള്ളാഹ്ക്കെതിരല്ലേ? മാപ്പാക്കണം. ആര് പറഞ്ഞു? ശരിയാണ്, ഞാനാ തെറ്റാണ്, നിങ്ങളെ സ്വകാര്യത. അതിനർത്ഥം എന്താ? കള്ളുടിക്കൊണ്ടോ നോക്കാൻ ആരാവശ്യമില്ല, പോലീസ്. ഒരുത്തൻ കള്ളു കുടിച്ച് തെരുവിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവനെ പിടികൂടും. അള്ളാഹു സത്താറാണ്, പല തിന്മകളെയും അള്ളാഹു മറച്ചു വെക്കും.
എന്തുകൊണ്ട് സാമൂഹിക ക്രമം മുന്നോട്ട് പോകണമെങ്കിൽ പല തിന്മകളും മറഞ്ഞു കിടക്കണം. ചിലത് അതിര് വിട്ടാൽ വെളിച്ചത്താക്കും, അപ്പോൾ ഭരണാധികാരിയും പോലീസും പിടികൂടും. ഇത് നിസ്കരിപ്പിക്കാൻ പോലീസ്, ഗീബത്ത് പറയണ്ടോ നോക്കാൻ പോലീസ്, ബീഡി വലിക്കണ്ടോ നോക്കാൻ പോലീസ്, നാലാൾ കൂടുതൽ സ്വല പറയണ്ടോ നോക്കാൻ പോലീസ്, എന്തിനൊക്കെ പോലീസ്. എന്നിട്ട് അവർ കാലിൻ്റെ മുക്കാൽ ഭാഗം ഇവിടെ ഒരു കുപ്പായൊക്കെ മുറിച്ച് ഇങ്ങനെ റോന്തിയിട്ട് നിസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ കട അടക്കണമുണ്ടോ നോക്കാൻ പോലീസ്. പിന്നെ എന്ത് ചെയ്തു? ഈ അടുത്ത കാലത്ത് ആ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒന്നിനുമില്ല. എന്നോടൊരാൾ പറഞ്ഞു, ഞാൻ കട വിട്ടു പോന്നു. എന്തുകൊണ്ട്? ആ കടയിൽ ഒരു അറബ് പെണ്ണിനെയാണ് എന്ത് ചെയ്തു, പിന്നെ കൗണ്ടറിൽ ഇരുത്തിയത്. ചെറിയൊരു കടയാണ്, ഞങ്ങൾ 2-3 ആണുങ്ങളാണ്. ഈ ആണുങ്ങൾ സദാസമയവും സാധനം എടുക്കാൻ വേണ്ടി തിരിയുമ്പോൾ ഈ പെണ്ണിൻ്റെ ബാക്ക് സീറ്റിൽ തൊടാതെ മുന്നോട്ട് പോകണില്ല. അപ്പം ഇതൊരു പ്രശ്നമല്ല. ഇപ്പം അവിടെ എത്തി, മനസ്സിലായില്ല? ഇപ്പം കൗണ്ടറിൽ ആരിയ്ക്കുന്നു? നമ്മളെ നാട്ടിൽ വരെ ഇല്ല. നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഇതൊക്കെയുള്ള ഒരു നിരപേക്ഷ സമൂഹമാണ് നമ്മൾ. അല്ലാതെ അത്ര വലിയ ഒരു ആവറേജ് ഭാരതീയമായ മൊറാലിറ്റി നമ്മുടെ നാട്ടിലുള്ളൂ. എന്നാലും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഞാൻ ഉണ്ടെങ്കിൽ 4 ആൾ ആക്ഷേപിക്കണ്ടോ? എന്തോടൂ ഒരു പെണ്ണിൻ്റെ ബാക്ക് സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കുന്നത്, കട വലുതാക്കി കൊണ്ടുപോകണം. അപ്പുറത്തെ മാധവൻ പറയാലോ, പറയില്ലേ? മദ്രസ പോകേണ്ട ആവശ്യമില്ല. കൃഷ്ണൻ പറയാലോ, തോമസ് പറയാലോ. എന്നോടൊരാൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറയാണ്, എൻ്റെ കടയിൽ കഫീൽ കൊണ്ടുവന്ന് ഒരു അറബി പെണ്ണിനെ കൗണ്ടറിൽ ഇരുത്തി. ആകെ 3 ആൾക്ക് തിരിയാനുള്ള സ്ഥലമല്ല. അതാണ് ആ കൗണ്ടറിൽ ആര് നിൽക്കണം? ഇവൾ നിന്നിട്ട് പൈസ വന്നു. അപ്പം നമുക്ക് ഇവളെ ബാക്ക് സീറ്റിൽ തിരിയാതെ നമുക്ക് സാധനം എടുത്തു കൊടുക്കാൻ കഴിയില്ല. അവിടെ എത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള അതും പുതച്ച് ചാടുന്നിടത്തെത്തി. എന്തുകൊണ്ട്? ആദ്യം തന്നെ ചെയ്തത് തെറ്റാണ്. റസൂലുള്ളാഹിയുടെ നാട്ടിൽ നിസ്കരിപ്പിക്കാൻ പോലീസില്ല, റസൂലുള്ളാഹിയുടെ നാട്ടിൽ ബീഡി എടുക്കാൻ നോക്കാൻ പോലീസില്ല. എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ പാടില്ല ഇസ്ലാം, ഒരിക്കലും പാടില്ല. അതൊക്കെ അള്ളാഹു സത്താറാണ്. ഞങ്ങൾ തെറ്റിയാൻ പാടില്ല. ഒരു സമൂഹത്തെ നന്നാക്കേണ്ടത് പോലീസിനെ കൊണ്ടല്ല, ആ സമൂഹത്തിന് ആത്മീയമായ വിശുദ്ധി കൊണ്ടാണ്. അവിടെയാണ് നിങ്ങൾ അടുത്ത ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത്, ഇസ്ലാം വ്യക്തിപരമായ ശുദ്ധീകരണത്തിൽ നിന്ന് സാമൂഹിക പരിവർത്തനത്തിലേക്ക് തിരിയുന്നത് വഹാബിസത്തിൻ്റെ വരവോടുകൂടിയാണ്. അതോടുകൂടി ഇസ്ലാം നശിച്ചു. ഇസ്ലാമിൽ സാമൂഹിക പരിവർത്തനം ഇല്ലേ? ഉണ്ട്. വ്യക്തി ശുദ്ധീകരണത്താൽ ഉണ്ടായിത്തീരുന്ന ഒരു പരിവർത്തനമാണ് ഇസ്ലാമിലെ സാമൂഹിക പരിവർത്തനം. അല്ലാതെ എന്തല്ല. മനസ്സിലായ പറഞ്ഞത്? വ്യക്തിക്ക് ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടത്, ധർമ്മത്തിൻ്റെ മിസാലുകൾ, ഉദാഹരണങ്ങളെ അവനെ പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ വേണ്ടത്, അവന് അള്ളാഹ് എന്നുള്ള വിചാരം ഉണ്ടാക്കാൻ വേണ്ടത്. അവിടെ തകർന്നുപോയി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദ്. എന്താ തൗഹീദ്? ഒരാൾ തൗഹീദിനെ പോലീസ് കൊണ്ടല്ല തൗഹീദിനെ പഠിപ്പിക്കേണ്ടത്. തൗഹീദ് എന്നാൽ ആത്മീയതയുടെ അവസാനമാണ്. ഷിർക്ക് എന്നാൽ ഭൗതികതയുടെ ആരംഭമാണ്. ഇല്ല, എൻ്റെ പുതിയ ഒരു തോട്ടാണ് ഈ പറയുന്നത്. എൻ്റെ ഒരു പഠനം, അടുത്ത കാലത്ത് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയൊരു പഠനമാണ്. എന്ത്? തൗഹീദ് എന്നാൽ ആത്മീയതയുടെ അവസാനം. അയാൾ ആത്മാവ് ഭൗതികമായ കെട്ടുപാടുകളിൽ നിന്ന് അകന്നകന്ന് പോയാൽ അവസാനം അയാൾ എവിടെത്തും? അള്ളാഹുവിലെത്തും. ഷിർക്ക് ഭൗതികതയുടെ ആരംഭമാണ്. ഭൗതികതയിൽ നിന്ന് ഏത് ഷിർക്കിൻ്റെ അടിസ്ഥാനം ഭൗതികതയാണ്, ഏത് തൗഹീദിൻ്റെ അടിസ്ഥാനവും ആത്മീയതയാണ്. ആ ആത്മീയത ഇല്ലാതെ വന്നാൽ പോലീസ് കൊണ്ടുവരും. ആ പോലീസിനെ നിയമം കൊണ്ട് മാറ്റിവെച്ചാൽ ഇവരൊക്കെ തുള്ളും. ആത്മീയമായി ജനങ്ങളെ പരിവർത്തനം നടത്താൻ സൗദി അറേബ്യക്ക് കഴിഞ്ഞില്ല. പോലീസിനെ കൂടെ പരിവർത്തനത്തിൽ പോലീസിൻ്റെ ഇരുമ്പ് ദണ്ടിനെ ഒരു ജനത മനസ്സുകൊണ്ട് സ്വീകരിക്കൂല. പേച്ചു 1902 അബ്ദുൽ അസീസ് ആദ്യമായി ഈ വഹാബിയത്തിൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട് 2ാം വരവ്. അന്ന് മുതൽ പേച്ചു. ഇപ്പോൾ സൂഫികൾ വരെ ആ വഴിക്കാണ്. ഇപ്പം അതിൽ ഈ ഇബ്നു തൈമിയ്യയാണ് ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കുറേ കാലം പഠിപ്പിച്ചത്. ഇപ്പോൾ ഇബ്നു തൈമിയ്യ ഭയങ്കര മഹാനാണ് എന്നൊക്കെ ഉള്ള എന്താ കാരണം എന്നാൽ ഇവർക്കൊക്കെ വഹാബി ചങ്ങാതിമാരുണ്ട്. ഈ മൗലാനമാരുടെ സ്ഥാപനങ്ങളിൽ വലിയൊരു ശതമാനം പൈസ കൊടുക്കുന്നത് കോർപ്പറേറ്റുകളാണ്. ഇബ്നു തൈമിയ്യ പേച്ചു പോയ ഒരാളാണ്, സംശയമില്ല, യാതൊരു സംശയമല്ല. ഇനി അയാൾ നന്നായിട്ടുണ്ടെങ്കിൽ
മനസ്സിലായില്ല? അത് അയാളുടെ വ്യക്തിപരമായ കാര്യം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾ തമ്മിൽ നോക്കിക്കോട്ടെ. അയാളുടെ ഗ്രന്ഥങ്ങൾ മുഴുവനും പിഴച്ച വാദങ്ങൾ നിറഞ്ഞെടുക്കാണ്. അതാണ് ഇന്ന് സൊസൈറ്റി ചർച്ച ചെയ്യണത്. എല്ലാം അതാ ഉദാഹരണം പറയാം. തെജസീമവാദം, പടച്ചവന് കയ്യും കാലും ഉണ്ട് എന്ന ആ തെജസീമി വാദം ലോക ചരിത്രത്തിൽ ഇസ്ലാമിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത് ഇബ്നു തൈമിയാണ്. അത് ഇസ്ലാമിന് അന്യമായൊരു വാദമാണ്. പിന്നെ അത് തുടങ്ങിയെല്ലാം അതായത് മക്ബറകളിൽ സിയാറത്ത് ചെയ്യുന്നത് ശിർക്കാണെന്ന വാദം, തവസ്സുൽ ഇസ്തിഗാസ എല്ലാം ശിർക്കാണെന്ന വാദം. ഇങ്ങനെ തുടങ്ങിയ ഇസ്ലാമിലെ തിയോളജി നിരാക്ഷേപം അംഗീകരിച്ചു വന്ന ആയിരക്കണക്കായ കാര്യങ്ങൾക്കെതിരായി പറയുകയും ഗ്രന്ഥം എഴുതുകയും അത് കാരണം ജയിലിലാക്കപ്പെടുകയും ജയിലിൽ വെച്ചാൽ മരിക്കണ ഈ മനുഷ്യൻ. അങ്ങനെ അയാൾ പരസ്യമായി തൗബ ചെയ്തിരുന്നെങ്കിൽ മാപ്പ് കൊടുത്ത് പുറത്തു വിടണല്ലോ. അതിൻ്റെ പേരിൽ എല്ലാ പണ്ഡിതന്മാർക്കും കൂടിയിരുന്നൊരു ഗ്രന്ഥം എഴുതാനും. അതായത് ഇന്ന് ലോകത്തിനെ പേപ്പിക്കാണ് ഇബ്നു തൈമിയുടെ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ. എന്നിട്ട് അയാൾ പേച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്തർത്ഥമുള്ളത്? അതിനിപ്പോൾ ഇതുവരെയുള്ള മുൻഗാമികൾ അത് കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ കണ്യത്വമൊക്കെ അടക്കമുള്ള സമസ്ത എഴുതി വെച്ചിട്ടുണ്ട് അയാളെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യരുത്. അവരുടെ നമ്മുടെ മനഹജ് എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജർ മനഹജാണ്. ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പിഴച്ചവനും പിഴപ്പിക്കുന്നവനുമാണ്. അത് 100% സത്യമാണ്. അപ്പം ഇബ്നു തൈമിയയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം സുന്നികൾക്കില്ല. അങ്ങനത്തെ വാദങ്ങളൊക്കെ ഉണ്ടാകണ്ടേ ഇബ്നു തൈമിയ? അതൊക്കെ ഈ പുതിയ മുതലാളിമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇപ്പം ഈ സൗദി എന്ന് മാത്രമല്ല, പുതിയ കോർപ്പറേറ്റുകൾ, ആ കോർപ്പറേറ്റുകൾക്ക് മുഴുവനും പൊളിറ്റിക്കലി എക്കണോമിക്കലി താല്പര്യമാണ് എന്തിൻ്റെ പിന്നിൽ. ഇബ്നു തൈമിയെ വെള്ളപൂശുന്ന ആര് വെള്ളപൂശിയാലും അതിൻ്റെ പിന്നിൽ പൊളിറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി താല്പര്യമാണ്. എന്താണ് അപ്പം ഒന്ന് രാഷ്ട്രീയക്കാർക്കോട് മൃദു സമീപനം എടുത്തിട്ട് അവരുടെ ആ രാഷ്ട്രീയക്കാർ, ഇപ്പോൾ ഉദാഹരണം മുസ്ലിം രാഷ്ട്രീയം അധികാരത്തിൽ വരുമ്പോൾ അവരിൽ നിന്ന് പങ്കുപറ്റുക, അവരോട് പരമാവധി മൂളുക. പിന്നെ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം സുന്നിയും മുജാഹിദൊന്നും ഇവിടെ ഇല്ലാതെ ആകുക എന്നുള്ളതാണ് ആവശ്യം. നമുക്കും അത് തന്നെയാണ് ആവശ്യം, സുന്നി മുജൊന്നും ഇല്ലാതെ ആകുക. എന്നിട്ട് എല്ലാവരും അഹ്ലു സുന്ന എന്ന വഹാബിസം ഇല്ലാത്ത അടിസ്ഥാനത്തിലേക്ക് മടങ്ങുക. അതിന് തയ്യാറുമില്ല. രാവും പകലും വഹാബികൾ സുന്നികൾക്കെതിരെ മുശ്രിക്കാൻ നടക്കുക. എന്നിട്ട് ഇബ്നു തൈമിയ മഹാനാന്ന് പറയാ. അതിന് ആവശ്യം എന്താ? അപ്പം ഇപ്പോൾ ചില മൗലാനമാർ എന്ന് പറയപ്പെടുന്ന ആനമാർ ഇങ്ങനെ പറയുന്നുണ്ട്. എന്ത്? ഇബ്നു തൈമിയ പേച്ചു നന്നായി. നിലവിലെ സാഹചര്യത്തിൽ നമുക്കത് നോക്കേണ്ട ഒരു ആവശ്യം ഇല്ല. കാരണം അയാളുടെ ഗ്രന്ഥങ്ങൾ, ബാക്കി അള്ളാഹു അയാൾ തമ്മിൽ പ്രശ്നം, അത് വേറെ വിഷയം. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അയാളുടെ ഗ്രന്ഥങ്ങൾ ഇന്നും കോടാനക്കോടികളെ പേപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഗ്രന്ഥത്തിൽ മനസ്സിലാക്കി ഇവിടെ ISIS വന്നു. ISISന്റെ ഡാസ് ക്യാപിറ്റലായി കൊണ്ടുവരുന്നത് എന്താ? കിതാബ് തൗഹീദ്. ആരുടെ? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പ്രചോദനം എന്താണ്? ഇബ്നു തൈമിയ ചിന്താധാരയെ പിന്നെ ഗ്ലോബലൈസ് ചെയ്ത ആളാണ് ആര്? മുഹമ്മദ് അബ്ദുൽ വഹാബ്. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോട് മൃദുല സമീപനം അടുത്ത് സ്വീകരിക്കും. അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇബ്നു തൈമിയയെ വെളുപ്പിച്ചാൽ ഇബ്നു തൈമിയ പറഞ്ഞതല്ലേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇബ്നു തൈമിയ നമ്മൾ മാമോദിസ മുഖ്യ സ്ഥിതിക്ക് അബ്ദുല്ലാഹിനെ നമുക്ക് പെട്ടെന്ന് മാമോദിസ മുക്കാം. അപ്പോൾ എല്ലാവരും ഒരു കുപ്പിയിലും ചാടും. ഏതാണ് ആ കുപ്പി? വഹാബിയത്തിൻ്റെ കുപ്പി. അവിടെയാണ് പൊളിറ്റിക്സിന് വിജയം. ആ പൊളിറ്റിക്സുകാരെ മുന്നിൽ മൂളണ പണിയാണ് ആർക്ക്? ഈ മൗലാന എന്ന ആനമാർക്ക്. ഈ കോർപ്പറേറ്റുകൾക്ക് ആളാവുന്ന പണിയാണ്. കോർപ്പറേറ്റുകളെ പൈസ പറ്റുക, അതാണ് ഇവരെ താല്പര്യം. ഒരു പണ്ഡിത ധർമ്മമല്ല ഈ നിർവഹിക്കുന്നത്. സമസ്തനാണോ പറയണത്? അല്ല, സമസ്തയോ സമസ്താനയോ എന്ന കണക്കൊന്നും ഇവിടെ ഇല്ല. അത് ആര് പറഞ്ഞാലും സമസ്തയിലെ ഒരു പണ്ഡിതൻ അങ്ങനെ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. അതേ സമയത്ത് പിന്നെ മറ്റു വിഭാഗം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല, അവരെ ആക്ഷേപിക്കേണ്ട ലക്ഷ്യമല്ല. പിന്നെ വേണ്ടി വന്നാൽ പറയേണ്ടി വരും. അങ്ങനെയൊന്നും വരരുതെന്ന് എൻ്റെ വിശ്വാസം. വേണ്ടി വന്നാൽ അവരൊന്നും നമുക്ക് വലിപ്പേറില്ല. നമ്മൾ ജനത്തെ പേപ്പിച്ച ഒരാളെ നമ്മൾ കൊണ്ട് നടക്കരുത്. ഇബ്നു തൈമിയയുടെ ആശയങ്ങളും മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങളുമാണ് ISIS ഈ ലോകത്തെ ലക്ഷക്കണക്കായ അമുസ്ലിമീങ്ങളെ കൊല്ലാൻ മാനദണ്ഡാക്കിയത്. ഇവരെ നമ്മൾ എന്തിനു വിളിപ്പിക്കണം? ഒന്നും കൂടി പറഞ്ഞ് നിങ്ങൾ കേൾക്കി. ലക്ഷക്കണക്കായ അമുസ്ലിമീങ്ങളെയും മുസ്ലിമീങ്ങളെയും കൊല്ലാൻ ISISനെ പ്രചോദനമായത് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെയും ഇബ്നു തൈമിയയുടെയും
ആശയങ്ങളാണ്. 40,000 സ്ഥലത്താണ് ISIS പുസ്തകങ്ങളിൽ ഇബ്നു തൈമിയുടെ പേരാവർത്തിച്ച് ഷെയ്ഖുൽ ഇസ്ലാം എന്നതോടുകൂടെ ഷെയ്ഖുൽ ഇസ്ലാം എന്നതോടുകൂടെ 40,000 സ്ഥലത്ത് ISIS അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇബ്നു തൈമിയുടെ പേര് ആവർത്തിച്ചിട്ടുണ്ട്. ആ ഇബ്നു തൈമിയെ നമ്മൾ എന്തിനു വെളുപ്പിക്കണം? ഈ വെളുപ്പിച്ചാൽ നമ്മൾ ഈ ചോരക്ക് എന്ത് മറുപടി പറയാം? ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെയും ISIS കൊല്ലാൻ വാനിതുണ്ടാക്കിയ 2 ആളെയാണ്. ഒന്ന് ഇബ്നു തൈമിയ, ഒന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബ്. ഇവരെ എന്തിനു നമ്മൾ ഒളിപ്പിക്കുന്നത്? ഈ സാധുക്കളായ മുസ്ലിങ്ങളെയും ചോരക്ക് ആരെ കണക്ക് പറയാ? ഞാൻ പേച്ചോ നന്നായോ ഈ ചോരക്ക് അയാളാണല്ലോ കാരണം. അതെ അതെ അതെ. അപ്പൊ ഈ വഹാബിസം ഒരു ശരിക്കും ഇസ്ലാമിൽ ഒരു വലിയ അപകടകരമായ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഇസ്ലാമിന് വന്ന അപകടം വഹാബിസാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അപകടം വഹാബിസാണ്. എന്തുകൊണ്ട്? ഒരു കാലത്ത് ഖവാരിജൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെ തടഞ്ഞു നിർത്തി ഇല്ലാതാക്കാൻ അന്നത്തെ ഉലമാക്കൾ കഴിഞ്ഞിട്ട് ഇന്ന് ഉലമാക്കൾ ആകാൻ ശ്രമിക്കാണ്. എന്ത് ഇതാകാൻ ശ്രമിക്കാണ്. 100%. ഇന്നത്തെ സൂഫികളിൽ തന്നെ 90% സലഫികളാണ്. സൂഫികൾ ഈ സമസ്തയില് ഇവര് കയറിണ്ടെന്ന് പറഞ്ഞ നിങ്ങളൊരു പ്രസംഗം ഞാൻ കേട്ടു. നിങ്ങൾ സമദാനിനെ ചെയ്തറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പഴയ പ്രസംഗമാണ്, അതിലുള്ളതാണോ അറിയില്ല. അല്ല, എനിക്ക് പിന്നെ അല്ലാത്ത വേറൊരു ദാനി ഇവരോടൊന്നും വേറോ ഇഷ്ടോ ഒന്നുമില്ല. അവരോടൊന്നും എനിക്ക് വിരോധം. ഇവരൊക്കെ ഇവിടെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടിരുന്ന സാധനമാണ് എന്ത്? വഹാബിസം. അത് മുസ്ലിങ്ങൾക്ക് ആപത്താണ്. അത് ഇപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് മനസ്സിലാകും. അല്ല, ഇസ്ലാം ഇപ്പൊ ഒരു രാഷ്ട്രീയ ഇസ്ലാമിനെ, ഒരു തീവ്രവാദ ഇസ്ലാമിനെ പുതിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം രാഷ്ട്രീയം കയറ്റിയിട്ടുണ്ട്. അതിന്റെ ദുരന്തം വലുതാണ്. മൗദൂദിയെ തൊട്ടാൽ നിങ്ങൾ RSSുമായി ടൈപ്പ് ചെയ്താൽ പോലും, മൗദൂദിയും RSSുമായി ടൈപ്പ് ചെയ്താൽ മുസ്ലിങ്ങൾക്ക് ഒരു നഷ്ടം വരാൻ പോണില്ല. ഞാൻ ടൈപ്പ് ചെയ്യാൻ പറയല്ല. അതായത് ഒരു പ്രത്യേകമായ RSS എന്നത് 100 വർഷമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംഘടനയല്ലേ? ആണോ? അല്ലേ? ഇവിടെ ഭൂരിപക്ഷ വർഗീയരുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു സാധനമല്ലേ? അവരുമായി മുസ്ലിങ്ങൾ യോജിക്കാവുന്ന കാര്യങ്ങളിലൊക്കെ നമ്മളൊരു രാജ്യത്തെ പൗരന്മാർ, അവർ നമ്മളെ പൗരന്മാരല്ലേ? നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണല്ലോ. നമ്മൾ തമ്മിൽ എല്ലാ ഇന്ത്യക്കാരും എല്ലാ നമ്മുടെ സഹോദരന്മാരാണെന്ന് എല്ലാ ആഗസ്റ്റ് 15-നും ജനുവരി 26-നും നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ RSS ഉദാഹരണമാണ്. ആളുകളെയും കൂട്ടിയിരുത്തി മുസ്ലിം നേതാക്കന്മാർ നമുക്ക് യോജിക്കാവുന്ന യോജിച്ച് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. RSS ഒരിക്കലും ഇസ്ലാമിൻ്റെ ഉള്ളിൽ കയറില്ല, ഇസ്ലാം ഒരിക്കലും RSSന്റെ ഉള്ളിൽ കയറില്ല. രണ്ടിനും രണ്ടായിട്ട് മുന്നോട്ട് പോകാം. അതേ സമയത്ത് മൗദൂദിസത്തെ മുസ്ലിം രാഷ്ട്രീയം ഇപ്പോൾ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ദുരന്തം ആത്മഹത്യാപരമായിരിക്കും. എന്താണ് അങ്ങനെ പറയുന്നത്? അത് മുസ്ലിം യൂത്തിൽ മുഴുവൻ തീവ്രവാദം അടിച്ചു കയറും. അത് ഈ വഹാബിസവും മൗദൂദിസവും തമ്മിൽ വ്യത്യാസമല്ലേ? വഹാബിസം മൗദൂദിസം ഒന്നാ. തിയോളജിക്കലി വഹാബിസമാണ് മൗദൂദിസം. അതിൽ പൊളിറ്റിക്കലി കൺസെപ്റ്റ് വേറിട്ടെടുത്തതാണ് എന്ത്? മൗദൂദിസം. അതായത് മുജാഹിദിന്റെ പൊളിറ്റിക്സ് പ്രകടമല്ല, ഉള്ളു കൂടിയ കളിക്കുക. മൗദൂദിയുടെ പൊളിറ്റിക്സോ പ്രകടമാണ്. ഇത്ര വ്യത്യാസമുള്ളൂ. അബുൽ അല മൗദൂദി ഏറ്റവും വലിയ തീവ്രവാദിയാണ്. അയാൾ അനുയായികളെ അംഗീകരിക്കാനേ പാടില്ല. വലിയ ദുരന്തം വരും. എന്താണ് നമ്മുടെ യൂത്ത് തിയോളജിക്കലി നമ്മൾ മാറും. നമ്മുടെ യൂത്ത് നിലപാട് മാറും, എല്ലാം മാറും. അതായത് ജമാഅത്തിനെ ഉള്ളിൽ കയറ്റിയാലോ അത് 2 കൊല്ലം കൊണ്ട് ഒരു ഫലം കാണും. എന്താണ് ഫലം? നമ്മളെ യൂത്തിന്റെ നിലപാട് മാറും, നമ്മുടെ നിലപാട് മാറും, നമ്മുടെ അയൽക്കാരനോട് നിലപാട് മാറും, ഒക്കെ മാറും. പിന്നെ ഇന്ത്യ ഒരു ഭ്രാന്താലയമാവും. അള്ളാഹു കാക്കട്ടെ. ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന അവസരമാണ്. ഞാനിപ്പോ ചോദിക്കണത്, പിന്നെ ചിലർ പറയും CPM മൗദൂദിസത്തെ കൊണ്ടുനടന്നിട്ടില്ലേ? CPM കൊണ്ട് നടന്ന് CPM ആരും കൊണ്ടുനടക്കും. അത് അകത്തേക്ക് കയറ്റൂല. CPM എന്നാണ് സാധനം. CPI പോലും ഉള്ളിൽ കയറ്റാത്ത സാധനം എങ്ങനെ ജമാഅത്തിനെ കയറ്റും? അങ്ങനെയല്ല മുസ്ലിങ്ങൾ കൊണ്ടുനടന്നാൽ അത് അപകടം ചെയ്യും. എന്റെ ചോദ്യം അതല്ല. ഇപ്പം വലിയ തോതിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ഭയങ്കര. പക്ഷേ പൊളിറ്റിക്കലി നോക്കുമ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ഇപ്പം രാമക്ഷേത്രം വന്ന്, രണ്ടാമത് ഇന്ത്യയിൽ പശുവിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നത്, എത്രയോ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നത്,
ആസാമിലെ മുസ്ലിങ്ങൾക്ക് ബഹുഭാര്യത്വം നിരോധിച്ച നിയമം, UCC വരുന്ന പൗരത്വ പ്രശ്നങ്ങളുടെ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു രാജ്യത്ത് നമ്മൾ ഈ ഈ മുജാഹിദ് ജമായത്ത് വന്നാൽ പ്രശ്നം അവരാശയപരമായി നേരിട്ടുകൊണ്ട് ഒരു ഉമ്മത്തീയത വേണം എന്നുള്ളൊരു അഭിപ്രായങ്ങൾക്കില്ലേ? 100% വേണ്ടേ? എൻ്റെ ഉമ്മത്തീയത ഒരു ഉമ്മത്തീയത മാത്രമല്ല. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 140 ചില്ലാനം കോടി ജനങ്ങൾക്കിടയിൽ നടക്കുന്ന അസ്വാരസ്യങ്ങളും ഭരണം കൂടെ വേറൊരു മാർഗത്തേക്ക് നീങ്ങിയപ്പോൾ ഉണ്ടായ ചില പ്രശ്നങ്ങളും, പിന്നെ സെക്യുലറിസം മരിച്ചതുകൊണ്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും, കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിച്ചതുകൊണ്ടായ പ്രശ്നങ്ങളും, കമ്മ്യൂണിസം ഒരു ജനാധിപത്യ ഐഡിയോളജിയായി ഒരു ഇന്ത്യ രാജ്യത്ത് വളർന്നു വരേണ്ട വിധത്തിൽ വളർന്നു വരാത്ത പ്രശ്നങ്ങളൊക്കെയാണ് നിലവിൽ ഇതിൻ്റെയൊക്കെ വളർന്നു വരാനുള്ള സാഹചര്യം. അതേ സമയത്ത് 90% 90% ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇന്നും ജനാധിപത്യവും നന്മയും മതനിരപേക്ഷതയും പരസ്പരമുള്ള ബഹുമാനവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലേ? ആ രാജ്യത്ത് എന്തിനാണ് നിങ്ങൾ തീവ്രവാദികളെ വളർത്തുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ പറയുന്നത് ഈ ആളുകളെല്ലാം തമ്മിൽ യോജിക്കാവുന്നിടത്തൊക്കെ നമുക്ക് യോജിപ്പിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ആകെ ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിലുള്ളത് 2000 മെമ്പർമാരാണ്. പക്ഷേ അതിന് കൂട്ടുകാരുണ്ടാവുന്ന അപകടം 2000 കൊല്ലത്തെ പ്രശ്നമാവില്ല. റുക്കിനുകൾ എന്ന് പറഞ്ഞാൽ ആകെ 2000 ആളുകളാണ്. ഈ 2000 ആളുകളെ നമ്മൾ തൽക്കാലം ഉള്ളിൽ കയറ്റിയാൽ നമ്മളെ മുസ്ലിം രാഷ്ട്രീയ കക്ഷികളിൽ ചില പ്രഭാഷകരുണ്ടായിട്ടല്ലോ, 1000 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കൂല. എവിടെ പോയി വരും? ഞാൻ ചോദിക്കട്ടെ, സാഹചര്യം മാറിയില്ലെന്ന്? ഒരിക്കലും മാറിയിട്ടില്ല. സാഹചര്യം മാറിയിട്ടേ ഇല്ല. സാഹചര്യം നിങ്ങൾ കൂടുതൽ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളെയും കൂട്ടിയിരുത്തി പരസ്പരം യോജിച്ചും ഐക്യപ്പെട്ടും കാര്യങ്ങളെ മനസ്സിലാക്കി ജനാധിപത്യത്തിൻ്റെ പുനഃക്രമീകരണത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത്. 4 വഹാബികളെ ഉണ്ടായതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിനെ ഊട്ടോപ്പിയാക്കി അങ്ങക്ക് കഴിയൂ? ഇല്ല, സംശയമില്ല. ഞാൻ പറയുന്നത് ഇതൊരു നടക്കാത്തൊരു കാര്യത്തെ നടക്കാൻ ശ്രമിക്കരുത്. ഞാൻ ജനാധിപത്യ പ്രക്രിയകളിൽ അംഗങ്ങളായി ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന കോടാനക്കോടി ഇന്ത്യക്കാരെ ഒരുമിച്ച് നിർത്തേണ്ട ബാധ്യതയാണ് ഇപ്പോൾ ലീഗിനും കോൺഗ്രസിനും സമസ്തക്കും എല്ലാവർക്കും ഒന്നിച്ച് എന്ന് പറഞ്ഞാൽ അത് ശരി. മതനിരപേക്ഷ സമൂഹത്തെ ഒരുമിച്ച് നിർത്തിപ്പോഴാണ് അത്തരം കാര്യങ്ങൾ വഹാബികൾ ഉണ്ടായതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ പൊളിറ്റിക്കലി വഹാബിസം ആണ് മൗദൂദിസം. അതാണ് അപകടം. അത് അപകടം തന്നെയാണ്. എന്താണ് അതിന്റെ അപകടം? അപകടം തന്നെ നമ്മുടെ അത് അപകടം എല്ലാ അപകടം കൂടി എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. ഞാൻ ആ ആശയത്തിലേക്ക് നമ്മുടെ സമൂഹം ഏറ്റവും അപകടത്തിൽ എടുത്തു ചാടും. വളരെ ആപത്ത് അതുകൊണ്ട് വരും. ആ ഐഡിയോളജി നമ്മുടെ സമൂഹത്തിൽ വരാൻ പാടില്ല. ഇസ്ലാം അങ്ങനെ ഒരു പൊളിറ്റിക്കലി മാത്രം തോട്ടിൽ വാർത്തെടുത്ത ഒരു ജനത അല്ല. ഇസ്ലാം അങ്ങനത്തെ ഒരു സമൂഹം അല്ല. അതായത് ഒരു പൊളിറ്റിക്കലി തോട്ട് വേറിട്ടെടുത്ത് അതിന് എന്ത് ചെയ്യാം, അതിനെ ഒരു നവോത്ഥാനാക്കി കൊണ്ടുവന്നൊരു കാലം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഭരണാധികാരികൾക്ക് ക്ഷമിച്ചു നിൽക്കും, നന്മക്ക് സഹകരിക്കുകയും ചെയ്യും. ഈ പൊളിറ്റിക്കലി തോട്ടിനെ മാത്രം വേറിട്ടെടുത്ത് കൊണ്ടുവന്നതിന്റെ ഒരു അപകടകരമായ ഇപ്പൊ ആളുകൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമായിരിക്കുമല്ലോ അത്. എന്തായിരിക്കും അതിൻ്റെ ഒരു അപകടകരമായ ഒരു സംഭവം ഒന്ന് പറയാൻ പറ്റും? ഇപ്പൊ ഞാൻ ഈ മൗദൂദിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്താൽ പോലും മുസ്ലിം രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ പാലൂട്ടി തേനൂട്ടി കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് വളർത്തിയെടുക്കുന്ന സുന്നികൾക്കിടയിലേക്ക് കയറി വരാൻ ഇവർക്ക് അവസരം ഉണ്ടാവും. ഇവർ വലിയ വിളവന്മാരാണ്. പണ്ടേ സുന്നികൾ എക്കാലത്തും പാവങ്ങളാണ്, ഒന്നും അറിയില്ല, പച്ച പാവങ്ങളാണ്. ആരോട് സഹകരിക്കും? ഇവരെ ജമാഅത്ത് വൽക്കരിക്കാനും വഹാബി വൽക്കരിക്കാൻ ഒരു മുജാഹിദിന് കഴിയുന്നതിൻ്റെ 100 ഇരട്ടി പൊളിറ്റിക്കലി ജമാഅത്തിന് കഴിയും. വഹാബി വൽക്കരണം, ഞാൻ പറഞ്ഞു, വഹാബിസത്തിന് 2 മുഖം, ഒന്ന് മുജാഹിദ്, ഒന്ന് ജമാഅത്ത്. 2 വഹാബിസാണ്. അത് 2 അപകടകരാണ്. ഒന്ന് പിന്നെ മറ്റ് സമൂഹങ്ങൾ നമ്മളെ ഇതിനെ നമ്മൾ സ്വീകരിക്കുന്ന വഴി തെറ്റിദ്ധരിക്കും. CPM ജമാഅത്തിനെ സ്വീകരിച്ചാൽ അത് അവസരവാദമാണ്. നമ്മൾ അവസരവാദമായിട്ടല്ല, ആത്മാർത്ഥമായിട്ട് കണക്കാക്കപ്പെടുക. അത് പ്രശ്നമാണ്. അതുകൊണ്ട് ജമാഅത്ത് കൂട്ടുകെട്ട് പാടില്ല. വളരെ അപകടം ചെയ്യും. ഈ ദുരന്തം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ വലിയ ആപത്ത് വരും. വലിയ ആപത്ത്, വർഗീയ ധ്രുവീകരണം വരെ കേരളത്തിൽ വരും. ഈ നിലക്ക് പോവുകയാണെങ്കിൽ കേരളത്തിൽ വർഗീയത കേരളം ഭരിക്കുന്നതാണ് എൻ്റെ വീക്ഷണം.
അതെ അതെ, അത് അങ്ങോട്ട് യാതൊരു സംശയമില്ല. വലിയ അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ ലീഗിന്റെ ചില അബദ്ധ നിലപാടുകളാണ്. കോൺഗ്രസിന്റെ ലീഗിന് വോട്ട് ചെയ്താൽ സ്വർഗത്ത് പോകുന്നു ഞാൻ പറഞ്ഞിട്ട് ഞാനിപ്പോഴും അങ്ങനെ പറയാം. അതിനൊന്നും ഇവിടെ വിരോധമല്ല. ലീഗിന് വോട്ട് ചെയ്യലും വോട്ട് ചെയ്യാതിരിക്കലും അല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം ഞാനും ലീഗും കോൺഗ്രസിനൊക്കെ UDF ആണ്. ഞാനൊരു UDF പക്ഷത്തുള്ള ആൾ തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കൽ എൻ്റെ ബാധ്യതയാണ്. ഇത് അബദ്ധാണ്. ഇത് വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കും. വർഗീയ ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാവും. വർഗീയവാദികൾക്ക് ഏറ്റവും നല്ല ടൂള് കിട്ടും. വലിയ ആപത്ത് വരും. ഞാൻ പറഞ്ഞില്ലേ, സുന്നികളുടെ തിയോളജിക്കലി നഷ്ടം. സുന്നി എന്ന പക്ഷം തന്നെ അടുത്തില്ല, അറിയോ?